Okay, good morning, my dear friends. Shabdam audible alle? Is the sound audible? Is the sound audible? Please respond. Message ആയിട്ട് അയച്ചാൽ മതി. Your communications. നിങ്ങൾക്ക് അറിയില്ലേ? അറിയുന്നവരാണെന്ന് വിചാരിക്കും. ഇതിലോ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ ആരൊക്കെ ഫൗണ്ടേഷൻ ബാച്ച് അറ്റൻഡ് ചെയ്തവരുണ്ട്? ഒന്ന് ഫൗണ്ടേഷൻ എന്ന് കമന്റ് ചെയ്ത്. ഓക്കെ, ഫൗണ്ടേഷൻ ബാച്ച് അറ്റൻഡ് ചെയ്തവരൊക്കെ ഫൗണ്ടേഷൻ എന്ന് കമന്റ് ചെയ്ത്. ഫൗണ്ടേഷൻ ആണ് അർജുൻ എയർ ഫൗണ്ടേഷൻ ആണ്. പിന്നെ ഫൗണ്ടേഷൻ ബാച്ച് അറ്റൻഡ് ചെയ്തവര് ഫ്രണ്ട്സ് ഒക്കെ ജോയിൻ ചെയ്യാത്തവരുണ്ടാവും. ജോയിൻ ചെയ്യാൻ പറയും. നമ്മൾ പതുക്കെ തുടങ്ങാം. മുൻഷിർ ഫൗണ്ടേഷൻ ആണ്. മുസ്തബ എല്ലാരും ഉണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. മുസ്തബ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരെ ഒന്ന് റിമൈൻഡ് ചെയ്ത് ഗ്രൂപ്പിൽ, നിങ്ങളുടെ ഗ്രൂപ്പ് വല്ലതും ഉണ്ടെങ്കിൽ. ഓക്കെ, റഹ്ന ഓക്കെ 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 ഓക്കെ. ഫൗണ്ടേഷന് അറ്റൻഡ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു അറ്റൻഡ് ചെയ്യാത്തവരൊന്ന് ന്യൂ എന്ന് കമന്റ് ചെയ്ത്. ന്യൂ സ്റ്റുഡന്റ് എന്നുള്ള ന്യൂ എന്ന് കമന്റ് ചെയ്ത്. അറ്റൻഡ് ചെയ്യാത്ത ന്യൂ എന്ന് കമന്റ് ചെയ്ത്. റിൻഷാറാസ് ഓൾറെഡി ഉണ്ടായിരുന്നു. ന്യൂ ഒന്ന് കമന്റ് ചെയ്തേ. ന്യൂ ആണോ? ഷാ ന്യൂ ആണോ? റൈറ്റ് ഓക്കെ ഗുഡ്. ഓ ഷാ ന്യൂ ആണോ? ശരി, നമുക്ക് നമ്മുടെ മാറ്ററിലോട്ട് കിടക്കാം അല്ലേ? ആർ യു റെഡി? ബോറടി ഒന്നുമില്ലല്ലോ, നേരം മുമ്പത്തേക്ക് തന്നെ. കുറച്ചു നേരം പെട്ടെന്ന് അവസാനിപ്പിക്കും കേട്ടോ. അധികം സംസാരങ്ങളില്ല, നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, പെട്ടെന്ന് അവസാനിപ്പിക്കും. ഇനി ആരൊക്കെ ജോയിൻ ചെയ്യാനുണ്ടാണോ? കുറച്ച് പേര് ജോയിൻ ചെയ്യുന്നുണ്ട്, വരട്ടെ. ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യട്ടെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കും. ഫൗണ്ടേഷൻ ബാച്ച് അറ്റൻഡ് ചെയ്തവരും ശ്രദ്ധിക്കുക. നമുക്ക് ഇനി സീരീസ് ഓഫ് മോക്ക് എക്സാംസ് ആണ്. മോക്ക് എക്സാംസ് ആണ് ഇനിയുള്ള ദിവസങ്ങൾ കേട്ടോ. അത് ഞാൻ മോസിൻ സാറ് വിളിച്ച് പറയാം. ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ? ഫൗണ്ടേഷൻ സ്റ്റുഡൻസ്, ഓൾ ക്ലാസ്സസ് ഫിനിഷ് റൈറ്റ്? ഓൾ ക്ലാസ്സസ് ഫിനിഷ് റൈറ്റ്? അത് ലോവൽ എന്തോ എത്തിക്സ് എടുക്കണ്ട, അതെന്തോ സംശയം ആരോ പറഞ്ഞു. ഓക്കെ, എനിവേ ലെറ്റ്സ് കം ടു മാറ്റർ. ലെറ്റ് വി സ്റ്റാർട്ട്. നിങ്ങൾ എസ് അടിച്ചാൽ നമുക്ക് തുടങ്ങല്ലേ? ഓക്കെ, നൗ ലിസൺ. നിങ്ങളോട് ഓൾറെഡി ചെറുതായിട്ടൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് എങ്കിൽ പോലും അതിന്റെ റൈറ്റ് മൊമെന്റ് ആണ് പറയാൻ. നമ്മൾ +2 കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിൽ ഈ മീറ്റിങ്ങിലുള്ള ഭൂരിഭാഗം പേര് ഫൗണ്ടേഷൻ എക്സാം ചെയ്തവരാണ്. അതൊരു വളരെ വലിയ നല്ല തീരുമാനമായിരുന്നു. ഞങ്ങൾക്ക് നിങ്ങളിലോട്ട് എത്തിപ്പെടാനും ഫൗണ്ടേഷൻ എക്സാമിനെ പറ്റി പറഞ്ഞു തരാനും അതിന്റെ കോച്ചിങ് വരെ നിങ്ങൾക്ക് തരാനും കഴിഞ്ഞു. വെക്കേഷൻ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ചവരായി മാറി. ഇനി ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങൾ അത് ഉപയോഗിക്കാൻ പോകും. അപ്പൊ കൊമേഴ്സ് സ്റ്റുഡൻസിലെ ഈ വെക്കേഷൻ ഏറ്റവും നന്നായി ഉപയോഗിച്ച ഒരു കാറ്റഗറി സ്റ്റുഡൻസ് ആയി മാറി. ഇതേപോലെ തന്നെ സയൻസ് സ്റ്റുഡൻസ് അവര് ഈ വെക്കേഷനിൽ അവർ പലതരത്തിലുള്ള എൻട്രൻസ് കോച്ചിങ്ങുകളിലാണ്. ഈ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോകുമ്പോൾ എന്താ ഗുണം? എൻട്രൻസ് കിട്ടുക എന്നതിലുപരി വലിയൊരു ഗുണമുണ്ട്. അതെന്താ? കുറച്ച് നോളജ് വെക്കും. +2 പഠിക്കുമ്പോൾ തട്ടിക്കൂട്ട് പഠിച്ച്
ഇത്തരത്തിലെ എൻട്രൻസ് കോച്ചിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സബ്ജക്ട് നോളജ് കിട്ടും. ഇങ്ങനെയൊക്കെ ഒരുമിച്ച് കേൾക്കല്ലേ എല്ലാ കാര്യങ്ങളും. +1 +2 പഠിച്ച കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ഒന്നുകൂടെ കേൾക്കല്ലേ. അപ്പൊ ഒരു കണക്ഷൻ വരും, നമുക്കൊരു നോളജ് വരും, ഒരു ഹയർ സ്റ്റഡിക്ക് പോലെ ഒരു ധൈര്യം വരും. അതാ ഏറ്റവും പ്രധാനം. എൻട്രൻസ് പാസ്സാവോ ഇല്ലെന്നൊക്കെ രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം നമുക്ക് അവിടെ കിട്ടുന്ന കോൺഫിഡൻസ് ആണ്. ഒരു ബേസ് ക്ലാസ് നമുക്ക് കിട്ടിയ പോലെയാണ്. ഇനി ഒരു ഹയർ സ്റ്റഡിക്ക് പോകുമ്പോൾ നമുക്ക് സംതിങ് അറിയാം, എനിക്ക് കുറച്ചൊക്കെ അറിയാം, എനിക്ക് കുറച്ചൊക്കെ നോളജ് ഉണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് അവിടെ വരും ഓട്ടോമാറ്റിക്കലി. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അക്കൗണ്ടിങ്ങിന്റെ കേസിലും, ലോ എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ കേസിലും, എക്കണോമിക്സ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ കേസിലും, മാത്സ് ആൻഡ് സ്റ്റാറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ കേസിലൊക്കെ അത് ശരിയല്ലേ? ഐ എം റൈറ്റ് ഓർ നോട്ട്? പ്ലീസ് കമന്റ്. പ്ലീസ് കമന്റ്. യെസ് ഓർ നോ? യെസ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. യെസ്. നമുക്കൊരു കോൺഫിഡൻസ് വന്നു. സാറേ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനിയിപ്പോ എന്ത് കോഴ്സിലോട്ട് പോയാലും നമുക്ക് സംതിങ് അറിയാം, നമുക്കൊരു ബേസ് ഉണ്ട് നമ്മുടെ. നീ എന്താ പഠിച്ചേ, +2 നീ എന്താടാ പഠിച്ചതെന്നൊരു ചോദ്യം വരില്ല. കാരണം നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്നും നമ്മൾ റീവർക്ക് ചെയ്ത് പഠിച്ചെടുത്തു, നമ്മൾ സെറ്റ്. അത് ഏറ്റവും വലിയ കാര്യമാണ്. നിങ്ങൾ എന്ത് കോഴ്സിന് പോക്കോ അതൊരു വലിയൊരു കാര്യമാണ്. ഓക്കെ, അത് ഒന്നാമത്തെ മാറ്റർ. ഇത് തന്നെയാണ് സയൻസ് സ്റ്റുഡൻസിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും ഡോക്ടർ ആവാൻ പോകുന്നില്ല, അവരെല്ലാവരും എഞ്ചിനീയർ ആവാൻ പോകുന്നില്ല, പക്ഷെ അവർ എൻട്രൻസ് കോച്ചിങ്ങിന് പോകും. എന്താ കാരണം? ദേ വിൽ ഗെറ്റ് എ ബേസ്. അവരുടെ ഭാവിയിലോട്ടുള്ള യാത്രയിൽ അവർക്ക് നല്ലൊരു ബേസ് ആവും. ആ ഒരു കൾച്ചർ കൊമേഴ്സ് കുട്ടികൾക്ക് പൊതുവേ ഇല്ല. പക്ഷെ വരും വർഷങ്ങളിൽ നമുക്ക് എല്ലാ കുട്ടികൾക്കും ആ കൾച്ചർ കൊണ്ടുവരണം. ആ കൾച്ചർ എല്ലാവർക്കും കൊണ്ടുവരണം. എങ്കിലാണ് നമുക്ക് ഒരു സ്വയം പ്രെഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ. വീട്ടുകാർ പറഞ്ഞു തരാതെ, നാട്ടുകാർ പറഞ്ഞു തരാതെ നമ്മൾ തന്നെ നമ്മുടെ കരിയർ ചൂസ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടാവും. അപ്പൊ അതിനെല്ലാവരും തയ്യാറെടുക്കണം. വരും വർഷങ്ങളിൽ ഞങ്ങൾ മലപ്പുറത്ത് എല്ലാ സ്റ്റുഡൻസിന്റെയും ഈ പ്രോഗ്രാമിലോട്ട് വളരെ ഭംഗിയായിട്ട് അട്രാക്ട് ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നല്ല രീതിയിൽ പ്രോഗ്രാം കൊടുക്കുക, നല്ല ക്ലാസ്സുകൾ കൊടുക്കുക. ലെറ്റ് ദം സെലക്ട് ദ ഫ്യൂച്ചർ. അവരവരുടെ ഓരോരുത്തരുടെയും ഫ്യൂച്ചർ സെലക്ട് ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്തവരാണ്, ഫൗണ്ടേഷന്റെ കോച്ചിങ് അറ്റൻഡ് ചെയ്തവരാണ്, ഓർ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിച്ച പുതിയ സ്റ്റുഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കും. അപ്പൊ എന്താണ് നമ്മൾ ഈ ഫൗണ്ടേഷൻ ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിച്ച പ്രസക്തി? അതാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. നമ്മൾ ഈ ഫൗണ്ടേഷൻ പഠിച്ചതിന്റെ പ്രസക്തി എന്താന്ന് ചോദിച്ചാൽ, CMA എന്ന് പറയുന്ന കോഴ്സ്, ഈ CMA എന്ന് പറയുന്ന കോഴ്സിന്റെ കുറച്ച് ലെവലുകളിലെ ഒരു ലെവലാണ് ഈ പറയുന്ന ഫൗണ്ടേഷൻ. CMA എന്ന് പറയുന്ന കോഴ്സിന്റെ ആദ്യത്തെ ലെവലാണ് നമ്മുടെ ഫൗണ്ടേഷൻ. ആദ്യത്തെ ലെവലിന്റെ പേരാണ് നമ്മുടെ ഫൗണ്ടേഷൻ. ഓക്കെ, അതിന് മറ്റൊരു ലെവലുണ്ട്, അടുത്തൊരു ലെവലുണ്ട്. ആ ലെവലിന്റെ പേരെന്താണെന്നറിയോ? ആ ലെവലിന്റെ പേരാണ് ഇന്റർമീഡിയറ്റ്. ഓക്കെ, ഇന്റർ എന്നാണ് അതിനെ പറയാ. നമുക്ക് 4 പേപ്പറാണ് പഠിക്കാനുള്ളത് ആദ്യം, പിന്നെ എഗെയിൻ ഒരു 4 പേപ്പർ, അങ്ങനെ മൊത്തം 8 പേപ്പറാണ് നമുക്ക് ഇന്ററിൽ പഠിക്കേണ്ടത്. ആ ലെവൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ നമ്മൾ കടക്കാൻ പോകുന്നത് ഫൈനൽ എന്ന് പറയുന്ന ഒരു ലെവലിലോട്ടാണ്. ഈ ഫൈനൽ എന്ന് പറയുന്ന ലെവലിൽ എഗെയിൻ നമുക്ക് ഒരു 4+4 പേപ്പർ പഠിക്കാനുണ്ട്. ഇങ്ങനെ 4+4, ഇവിടെ 8 പേപ്പർ, ഇവിടുത്തെ 8 പേപ്പറും ഇവിടുത്തെ 8 പേപ്പറും, അങ്ങനെ 16 പേപ്പർ പ്ലസ് ഇവിടുത്തെ ഈ 4 പേപ്പറും ഫിനിഷ് ചെയ്യുമ്പോൾ, നമ്മൾ ഓൾറെഡി 4 പേപ്പറിന്റെ കോച്ചിങ് കഴിഞ്ഞു. ഈ 4 പേപ്പറും കഴിയുമ്പോൾ നമുക്ക് CMA എന്ന് പറയുന്ന ഒരു കോഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. റെഡിക്ക് ഇങ്ങനെ 20 പേപ്പർ ഇല്ല. കാരണം ഈ 4 പേപ്പറിലെ കണ്ടന്റ് അത് തന്നെയാണ് ഇനി ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഈ 4 പേപ്പർ ഒരു ബേസ് ആണ്, ഒരു ബേസിക്സ് ആണ്. അപ്പൊ ഇനി പഠിക്കാൻ പോകുന്ന പുതിയ പേപ്പർ അല്ല, ഇനി പഠിക്കാൻ പോകുന്നതും ഈ പറയുന്ന പോലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ലോ, കോസ്റ്റിംഗ്, DT, ഇങ്ങനെ ഡയറക്ട് ടാക്സ് എന്ന പേപ്പേഴ്സ് ആണ്. അപ്പൊ ഓൾറെഡി പഠിച്ചതിന്റെ അഡ്വാൻസ്ഡ് ആയ സ്റ്റഡിയാണ്. ഇനി എന്താണോ ഇന്റർമീഡിയറ്റിൽ പഠിക്കുന്ന 8 പേപ്പർ, അതിന്റെ അഡ്വാൻസ് പേപ്പേഴ്സ് ആണ് ഫൈനൽ വരുന്ന അഡ്വാൻസ് പേപ്പേഴ്സ്. അതുകൊണ്ട് തന്നെ എഫക്റ്റീവ് ആയിട്ട് നോക്കുമ്പോൾ ഒരുപാട് പേപ്പർ പഠിപ്പിക്കുന്ന റിസ്ക് ഇല്ല, കുറെയൊക്കെ പഠിച്ച റിപ്പീറ്റേഷൻ ആണ്. അപ്പോ ഫൈനൽ വരുന്നത് അഡ്വാൻസ് പേപ്പേഴ്സ്. അപ്പൊ ഈ CMA എന്ന് പറയുന്ന കോഴ്സിലോട്ടുള്ള അതിന്റെ ആദ്യത്തെ കടമ്പയാണ് നമ്മൾ തീർത്തേ, ആദ്യത്തെ ബേസ് ആണ് നമ്മൾ പഠിച്ചു തീർത്തേ. ഇനി അതിന്റെ എക്സാമും കൂടെ എഴുതിയ ഹാപ്പിയായി, പാസ്സായി കഴിഞ്ഞാൽ യു ആർ സേഫ്. പാസ്സാവാതിരിക്കില്ല. ഇറ്റ്സ് എ സിമ്പിൾ എക്സാം. നമ്മൾ എന്തായാലും പാസ്. ഓക്കെ, എന്തായാലും പാസ്. ഇനി എന്താണ് ഇങ്ങനെ ഒരു CMA എന്ന് പറയുന്ന ഒരു കോഴ്സ് ചെയ്യുന്നത് കൊണ്ട്, ഞങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ലിസൺ. നിങ്ങളൊരു BCom മാത്രമാണ് പഠിക്കുന്നതെങ്കിൽ
നിങ്ങളൊരു ബികോം മാത്രമാണ് പഠിക്കുന്നതെങ്കിൽ ശ്രദ്ധിച്ചോട്ടാ, നിങ്ങൾ വെയിറ്റ് ഫോർ 1 minute. Okay, 1 minute. Okay, now clear. നെറ്റിന്റെ ഒരു അൺസ്റ്റെബിലിറ്റി വന്നതാണ്. Now it's okay. Now it's okay. Listen. Okay, 1 minute കേട്ടോ. Okay, so I'm coming back to the point. Sorry for the disturbance. Listen, നെറ്റ് ജസ്റ്റ് രാവിലെ അല്ലേ, അതുകൊണ്ട് ഡിസ്റ്റർബൻസ്. നമ്മളൊരു ബികോം മാത്രമാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? ആദ്യം നിങ്ങളുടെ സ്വഭാവത്തിൽ വരാൻ പോകുന്ന മാറ്റം എന്താ പറയും? ഒരു ബികോം മാത്രം പഠിക്കാൻ നിങ്ങൾ കോളേജിൽ പോയാൽ ആദ്യം നിങ്ങളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം എന്താ? നിങ്ങൾക്ക് വല്ല നിശ്ചയം ഉണ്ടാ? ആർക്കെങ്കിലും വല്ല ഐഡിയ ഉണ്ടാ? എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയും. ആദ്യം നിങ്ങളുടെ സ്വഭാവത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ പറയും. പറയടോ. കമന്റ്. ഒരു പ്രതീക്ഷ കണ്ടാവൂല നിങ്ങൾക്ക് കോളേജ്. യെസ്, ഒന്ന് വളരെ കറക്റ്റാണ്, വളരെ കറക്റ്റാണ്. നിങ്ങൾ അടിച്ച് പൊളിക്കാൻ പോവാണ്. നിങ്ങൾ 10 കൊല്ലം വീട്ടുകാർ സമ്മതിച്ചില്ല. 10ാം ക്ലാസ് കൊണ്ട് വീട്ടുകാർ സമ്മതിച്ചില്ല. +2 ആയപ്പോ +2 ആടാ പഠിക്കണം കണ്ട് പിന്നെയും വീട്ടുകാർ പ്രശ്നം. ഇനി ഇതിന്നൊക്കെ ഒന്ന് കയറ് പൊട്ടിച്ചിട്ട് കോളേജിൽ പോയിട്ട് അടിച്ച് പൊളിക്കാൻ പോവാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ, അടിച്ച് പൊളിയാണ്. കൊറോണ ആണെങ്കിൽ എത്രത്തോളം അടിച്ചു പൊളിക്കും നമുക്ക് കണ്ടറിയാം. എങ്കിൽ പോലും അടിച്ചു പൊളിയുടെ 3 വർഷമാണ്. പഠിക്കുക എന്നുള്ള ശീലം നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്തു കളയുന്നു. ഒരു കൊമേഴ്സുകാരന് സംഭവിക്കുന്നത്, ഒരു കൊമേഴ്സുകാരന്റെ ലൈഫിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ട്രാജഡി അത്. ബികോം എന്ന് പറയുന്നത് വെറും എക്സാമിന്റെ തലേ ദിവസം മാത്രം പഠിച്ചാൽ പാസ്സാവുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ 6 മാസം അടിച്ചു പൊളിച്ച് എക്സാം വരുമ്പോൾ മാത്രം പഠിച്ച് എക്സാം എഴുതി പാസ്സായി 3 കൊല്ലം ലൈഫ് അടിച്ചു പൊളി. ഒരു സംശയമില്ല കാര്യം.
വളരെ. അതുകൊണ്ട് എല്ലാവരും ബികോമിന്റെ പുറകെ ഓടുന്നത്. അല്ലാതെ ബികോം പഠിച്ചിട്ട് ജോലി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും ഓടണത്. അല്ല, ഒന്ന് റിലാക്സ് ആയി അടിച്ചു പൊളിക്കണം. വീട്ടുകാർ ചോദിച്ചാൽ ബികോമിന് പഠിക്കുക എന്ന് പറയാലോ, നാട്ടുകാർ ചോദിച്ചാലും പറയാലോ, നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും ചെയ്യും. ദാറ്റ്സ് എ പോയിന്റ്. എന്നാ മക്കളെ, പണ്ട് കാലത്ത് നമ്മുടെ വീട്ടുകാര് നമ്മളെ നോക്കി നടന്നിരുന്ന ആ കാലത്ത് അടിച്ചു പൊളിച്ചതായി. ഇപ്പൊ അങ്ങനെയാണോ കാലഘട്ടം? നമ്മുടെ വയസ്സ് 20, 21, 22 ആവുമ്പോഴേക്കും ജോലി കിട്ടാത്തതിന്റെ പ്രഷറും സങ്കടവും നമ്മുടെ തലയിൽ വന്ന് കയറും. പ്രശ്നങ്ങളാണ്. ഇന്ന് ജോലി വേഗം കിട്ടണം. ഇന്ന് ജോലി വേഗം കിട്ടിയില്ലെങ്കിൽ അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വീണ്ടും പഴയ ചിന്തകളായിട്ട് നടക്കുമോ? അതുകൊണ്ട് ഒരു ബികോം പഠിത്തം കൊണ്ട് ഒന്നും നടക്കില്ല എന്ന് നമുക്ക് മാത്രമല്ല, നാട്ടുകാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് നിങ്ങളുടെ ബികോം പഠിച്ച് നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ചൊന്നും നടക്കാൻ പോണില്ല, കുറെ ആർട്സ് സ്പോർട്സ്. എന്നാൽ നമുക്ക് കളിക്കും ചെയ്യാം പഠിക്കും ചെയ്യാം എന്നുള്ളൊരു ഫോർമുലയാണെങ്കിലോ അവിടെയാണ് ഈ വിജയം. നിങ്ങൾ ബികോമിനാണ് പോകുന്നതെങ്കിൽ ഞാൻ ഉറപ്പ് തരുന്നു, നാളെ മുതൽ നിങ്ങൾ കോളേജിൽ പോകുന്ന വിചാരിക്കും, രാത്രി ബുക്ക് എടുത്ത് തുറക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ബുക്ക് തുറത്ത് പഠിക്കാൻ ഒന്നുമില്ല. നിങ്ങൾക്ക് ഒന്നും ചെയ്യും. അപ്പൊ ഞാൻ പഠിക്കുന്നത് കുറെ മലയാളം ഇംഗ്ലീഷ് ഇതൊക്കെ എന്തിനാ പഠിക്കുന്നത്? ബുക്ക് എടുത്ത് തുറക്കുന്ന സ്വഭാവം ഉണ്ടാവില്ല. ആകെ നിങ്ങൾ വല്ല അസൈൻമെന്റ് എഴുതാനോ വല്ല കോപ്പി എഴുതാനോ അസൈൻമെന്റ് എഴുതാനൊക്കെയാണ് നിങ്ങൾ വല്ല നോട്ട്ബുക്ക്. അപ്പൊ വീട്ടുകാർ വിചാരിക്കും, നല്ല പഠിത്തം, എന്താ പഠിത്തം, ബുക്കിൽ നോക്കിയിട്ട് അസൈൻമെന്റ് ഇങ്ങനെ എഴുതണ എന്താന്ന് പോലും ഒരു ബോധം ഉണ്ടാവില്ല. പേരിന് വേണ്ടി അസൈൻമെന്റ് വെക്കാനുള്ള എഴുത്തുകൾ മാത്രം. അപ്പൊ അങ്ങനെ 3 കൊല്ലം വേസ്റ്റ് ചെയ്യണമെന്ന് എന്റെ ചോദ്യം. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഏറ്റവും നന്നായി പഠിക്കുന്ന സമയം അത്. നിങ്ങളുടെ മനസ്സ് പഠിക്കാൻ വേണ്ടി ഏറ്റവും നന്നായി തയ്യാറെടുക്കുന്ന സമയം +2 കഴിഞ്ഞ സമയം. അപ്പൊ നിങ്ങൾ അങ്ങനെ വേസ്റ്റ് ചെയ്യണമായിട്ട് നിങ്ങളുടെ കരിയറിന് എന്റെ ചോദ്യം. അപ്പൊ അവിടെ ഞാൻ സോറി ശബ്ദം മ്യൂട്ടായിട്ടോ, സോറി. ഞാനൊക്കെ പഠിച്ചത് സത്യം ഞാൻ നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറയട്ടോ. ഞാനൊക്കെ പഠിച്ച് വലിയ ആളാവാനൊന്നുമല്ല. എനിക്ക് ചുറ്റുമുള്ളവര് എന്നെ നോക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലൊരു വാല്യൂ ഉള്ള കോഴ്സ് വേണം. ചുറ്റുമുള്ളവരുടെ മുമ്പിൽ എനിക്കൊരു മതിപ്പ് വേണം. അതൊക്കെ തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കണേ. ശരി ആണോ അല്ലേ? നിങ്ങൾ പറ. ആരും നിങ്ങളെ നോക്കുന്നില്ലേ? നിങ്ങൾക്ക് എന്ത് ടെൻഷനാ? +2 തോറ്റ എന്ത് ടെൻഷൻ? നമ്മള് കൂടല്ലേ, തോറ്റോട്ടായിക്കോട്ടെ. 4 ആൾ അറിയുന്നുണ്ടോ നമ്മുടെ ടെൻഷൻ? മോശല്ലേ ഞാൻ പഠിച്ചെത്തിയില്ലെങ്കിൽ. അപ്പൊ ഞാൻ പഠിച്ച് ഞാൻ നല്ലൊരു പൊസിഷനിൽ ഞാൻ എത്തിയത് എൻ്റെ ചുറ്റുമുള്ള എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ചേട്ടൻ അനുജന്മാർ, എൻ്റെ അയൽവാസികൾ, അവരെന്നെ ഉറ്റുനോക്കുന്നുണ്ട്. അപ്പൊ അവരെയും കൂടെ മുമ്പിൽ മതിപ്പ് നേടാൻ, അവരുടെയും മുമ്പിൽ വിജയിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഠിച്ചേ. അല്ലെങ്കിൽ എനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളും ഭാവിയിൽ പഠിക്കാൻ പോകുന്നത് ആരൊക്കെയോ കാണിക്കാനും ആരുടെയൊക്കെയോ മുമ്പിൽ വിജയിക്കാനും ഒക്കെ വേണ്ടിയിട്ട് തന്നെയാണ്. എന്നാൽ സ്വന്തമായിട്ട് ചിന്തിച്ച് ചെയ്യുന്നവർ വളരെ കുറവാ. ഇല്ലാന്ന് ഞാൻ പറയില്ല, വളരെ കുറവാ. ശരിയാണോ അല്ലേ? ഒന്ന് കമന്റ് ചെയ്തേ. നിങ്ങളുടെ ഒരു ഫീലിങ്സ് അതല്ലേ? മറ്റുള്ളവര് എന്നെ പറ്റി എന്താ വിചാരിച്ചിട്ടുണ്ടാവുക? ഞാൻ നല്ലൊരു കോഴ്സൊക്കെ പഠിക്കണ്ടേ, എങ്കിലല്ലേ ഒരാളെ മുമ്പിൽ എണീറ്റ് നിൽക്കാൻ പറ്റൂ. യെസ്, അതാണ് അനസ് മുഹമ്മദ്. അപ്പൊ നമുക്ക് ബാക്കിയുള്ളവരുടെ മുമ്പിൽ നമുക്കൊരു വാല്യൂ കിട്ടണം. ബാക്കിയുള്ളവർ എന്ന് പറഞ്ഞാൽ നാട്ടുകാരല്ല, നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ ചേട്ടൻ, നമ്മുടെ അനിയൻ, ഭാവിയിൽ നമ്മുടെ ലൈഫിലോട്ട് വരാൻ പോകുന്ന പാർട്ട്ണർ, അതാണാവട്ടെ പെണ്ണാവട്ടെ, ആ പാർട്ട്ണറുടെ മുമ്പിൽ നമുക്കൊരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒരു പവർ വേണം. അതൊരു ഫാമിലിയാണ്. ആ ഫാമിലിയുടെ മുമ്പിൽ നമുക്കൊരു എഡ്യൂക്കേഷൻ പവർ വേണം. അതിനോട്ടാണ് നമ്മളൊക്കെ പഠിക്കുന്നത്. പിന്നെ നമ്മുടെ മക്കൾ, നമ്മുടെ ജീവിതം, നമുക്കതിലൊരു സാലറി, നമുക്കതിലൊരു ഏണിങ്സ്, ഇതാണ് ലൈഫ്. അപ്പൊ എന്റെ ഒരേ ഒരു സജഷൻ, ഒരിക്കലും വരാൻ പോകുന്ന 3 കൊല്ലം അടിച്ചു പൊളിക്കാനുള്ള 3 കൊല്ലമാണെന്ന് കരുതരുതേ. അത് വലിയ ഡേഞ്ചറസ് ആണ്. ആ ചിന്തയിൽ നിന്ന് കൊമേഴ്സുകാർ മാറണം. സയൻസുകാരെ സംബന്ധിച്ചിടത്തോളം അവരെ പഠിത്തം തുടങ്ങാൻ പോകുന്നത് എവിടെ വെച്ചാ? സയൻസുകാരെ സംബന്ധിച്ചിടത്തോളം +2 വരെ പഠിച്ചൊക്കെ വെറും പുഴുവാണ് അവർക്ക്. +2 കഴിഞ്ഞാൽ വരാൻ പോണ പഠിത്തം വേറെ ലെവലാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും നന്നായി പഠിച്ചത് +2 കഴിഞ്ഞിട്ടാ. എൻട്രൻസ് കോച്ചിങ് വേറെ ലെവൽ കോച്ചിങ് ആയിരുന്നു. പഠിത്തം മാത്രം, കളിയില്ല, പരിപാടിയില്ല, ഒന്നുമില്ല. PC തോമസ് സാറ് കേട്ടിട്ടില്ലേ? പ്രൊഫസർ PC തോമസ്. അവിടെ പോയിരുന്ന 1 കൊല്ലം
അടയിരിക്കുന്ന പോലെ അടയിരുന്ന് പഠിച്ചതാ. എന്നിട്ട് പാസ്സായി എഞ്ചിനീയറിംഗ് കോളേജിലെത്തി. അവിടെയും പഠിത്തം മാത്രം. പഠിക്കാത്തൊരു സാഹചര്യം ഇല്ല. പഠിത്തമുണ്ട്, എന്നാ കളിയുണ്ട്. അപ്പൊ അങ്ങനെ പോകുന്ന സയൻസ് കുട്ടികൾ അവരുടെ പഠിത്തം തുടങ്ങാൻ പോകുന്ന ഒരു +2 ശേഷം. നിങ്ങൾ +2 ശേഷം പഠിത്തം അവസാനിപ്പിക്കുക, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ജോലി ഉണ്ടാവും? അപ്പൊ കൊമേഴ്സുകാരെ ലൈഫിൽ രക്ഷപ്പെടാത്തത് ഈ ആറ്റിറ്റ്യൂഡ് മാറ്റണം. പഴയ കാല ആളുകള്, ചേട്ടന്മാര് ചേച്ചിമാര് സഞ്ചരിച്ചിരുന്ന വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കണം. ബികോമിന് പോയി എൻജോയ് ചെയ്യാൻ, അടിച്ചു പൊളിക്കാനുള്ള ചിന്ത മാറ്റണം. അപ്പൊ എന്താ ചെയ്യേണ്ടത് സാർ? അതിലോട്ടാണ് ഞാൻ വരാൻ പോകുന്നത്. അവിടെയാണ് ഞങ്ങൾ നിങ്ങളെ +2 കഴിഞ്ഞ് മുതൽ ഗൈഡ് ചെയ്യുന്നത്. നിങ്ങളൊരു ബികോം മാത്രം പഠിക്കില്ലേ, നിങ്ങൾ പഠിക്കേണ്ടത് ബികോം + CMA. അറ്റ്ലീസ്റ്റ് നിങ്ങളെ ഒന്ന് പ്രൊഫഷണൽ ആക്കാൻ ഞങ്ങൾ ശ്രമിക്കുക. നാളെ പെണ്ണ് കാണാൻ പോയി നിൽക്കുന്ന സമയത്ത്, അത് ആണാണെങ്കിൽ പെണ്ണ് കാണാൻ നിൽക്കുന്ന സമയത്ത്, പെണ്ണാണെങ്കിൽ പെണ്ണ് കാണൽ ചടങ്ങിന് നിൽക്കുന്ന സമയത്ത് 2 ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ വരിക. എനിക്കുണ്ടായിരുന്നാണ് ചോദ്യം. എന്റെ മുമ്പിൽ ആദ്യം വന്ന ചോദ്യം പേരെന്താന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ മറുപടി പറഞ്ഞു ഹാരിസ്. രണ്ടാമത്തെ ചോദ്യം എന്താ മക്കളെ? പറഞ്ഞേ, രണ്ടാമത്തെ ചോദ്യം എന്താ? പെണ്ണ് കാണാൻ നിൽക്കുന്ന ചടങ്ങിലെ രണ്ടാമത്തെ ചോദ്യം എന്താ? പറയേ, അറിയുമെങ്കിൽ പറയും. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല, എങ്കിലും നിങ്ങൾക്ക് അറിയുണ്ടാവും, കാരണം കുറെ മനസ്സിൽ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ രണ്ടാമത്തെ ചോദ്യം പറയും. Give me the question fast. Yes. എന്താണ് യെസ്? യെസ്. ഏതുവരെ പഠിച്ചു? എന്താ പഠിച്ചേ? എന്താ ജോലി? അപ്പോ ബികോം കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങനെ ജോലിയൊക്കെ നോക്കി നടക്കണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. നിങ്ങളെ വലിയ പഠിത്തമൊന്നും ഇല്ലല്ലേ, ഒരു ഡിഗ്രി ഉള്ളല്ലേ എന്ന് ചോദ്യം വരും. അവിടെയാണ് നിങ്ങൾക്ക് ഫീലിംഗ് വരിക, അവിടെ നിങ്ങൾ സങ്കടപ്പെടുക. അപ്പൊ അത് ഉണ്ടാവരുത്. ഇപ്പൊ റൈറ്റ് ഡിസിഷൻ എടുക്കണം. അവിടെ ഞങ്ങൾ ഐ കംപ്ലീറ്റഡ് CMA, ഐ എം CMA ക്വാളിഫൈഡ് എന്ന് പറയുന്ന സമയത്ത് ആ കേൾക്കുന്ന ആള് 2 അടി മാറി നിൽക്കണം. ഈസ് എഡ്യൂക്കേറ്റഡ്, ഹീസ് എഡ്യൂക്കേറ്റഡ്, ആൾ എഡ്യൂക്കേറ്റഡ് ആണ് കേട്ടോ. ആ രീതിയിൽ ഇംപ്രസീവ് ആവണം. അതിന് വേണ്ടാ പറയണേ പഠിക്കാൻ. എല്ലാം വെറുതെ ഒന്നല്ല പഠിക്കാൻ പറയണം. അപ്പൊ സാറേ എങ്ങനെ നമ്മൾ ബികോം + CMA പഠിക്കുക? അതിന് ഏറ്റവും നല്ല അവസരം തന്നെ ഞങ്ങൾ മലപ്പുറത്ത് നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും നല്ല അക്കാദമി. ഒരു തരത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. 3 വർഷത്തെ അക്കാദമിക് ഇയർ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ബികോം + CMA ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ. എന്താ ഈ 3 വർഷം നടക്കാൻ പോകുന്നേ? നന്നായി ശ്രദ്ധിച്ചോ. ഫസ്റ്റ് ഇയറിൽ നമുക്ക് 1 ഇയർ, സെക്കൻഡ് ഇയർ നമുക്കൊരു വർഷം, അതുപോലെ തന്നെ തേർഡ് ഇയർ ഇതേ നമുക്കൊരു വർഷം. ഈ 3 വർഷം എന്താ നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്? മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കും? ബികോം + CMA എന്ന് പറഞ്ഞ കോഴ്സ് സെലക്ട് ചെയ്ത കുട്ടികളുടെ ലൈഫിൽ മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇയറിൽ സെമസ്റ്റർ 1ഉം സെമസ്റ്റർ 2ഉം പഠിക്കുന്നു. എല്ലാവരും പഠിക്കുന്നത്, എല്ലാവരും ചെയ്യുന്നത്. അതിനൊരു റിസ്കും ഇല്ല. എക്സാമിന്റെ തലേ ദിവസം പാട്ട് പോലെ പഠിച്ച് പാടിപ്പോയി എഴുതാവുന്ന എക്സാം ഉള്ള ബികോമിന്റെ കാലിക്കറ്റിന്റെ എക്സാം. നത്തിങ് സ്പെഷ്യൽ ഇൻ ദിസ്. അതെല്ലാവരും ചെയ്യുന്നതാ, നമ്മളും ചെയ്യുന്നു. സെമസ്റ്റർ 3ഉം സെമസ്റ്റർ 4ഉം നമ്മൾ എക്സാം എഴുതുന്നു. സെമസ്റ്റർ 5ഉം സെമസ്റ്റർ 6 നമ്മൾ എക്സാം എഴുതും. ഈ ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അടിച്ച് പൊളിക്കാം. രാത്രി പഠിത്തൊന്നും വേണ്ട, എക്സാമിന്റെ തലേദിവസം മാത്രം പഠിത്തായിട്ട് നമുക്ക് അടിച്ച് പൊളിച്ച് മുന്നോട്ട് പോവാം. 3 കൊല്ലം കഴിഞ്ഞാൽ അങ്ങനെ ചിരിച്ചിട്ടിരിക്കുക, ഇനിയിപ്പോ എന്താ പഠിക്കാന്ന് ചിന്തിക്കേണ്ടി വരും. എന്നാൽ ഇഫ് യു ആർ ചൂസിങ് ബികോം + CMA വ്യത്യാസം കണ്ടു. ഫസ്റ്റ് ഇയർ അവസാനിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി എൻട്രൻസ് പാസ്സാവുമ്പോൾ ചിലവരിപ്പോ എൻട്രൻസ് ഇവിടെ തുടക്കത്തിൽ പാസ്സാവും. ഇനി എങ്ങാനും അവിടെ എൻട്രൻസ് പാസ്സായില്ലെങ്കിൽ നമുക്ക് ഇത് ഇവിടെ റിപ്പീറ്റ് ചെയ്യാം, ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. പുതുതായിട്ട് അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഇവിടെ എൻട്രൻസ് എഴുതാം. ഇത് ഡിസംബർ 2021 ഇത് ജൂൺ 2022. നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് ജൂൺ കഴിഞ്ഞു, ഓഗസ്റ്റ് ആയെങ്കിൽ പോലും അക്കാദമിക് ഇയർ വെച്ചുമ്പോൾ ജൂൺ 2021. എന്താ വ്യത്യാസം? ഇവിടെ ഫസ്റ്റ് ഇയർ അവസാനിക്കുമ്പോൾ നമ്മൾ 4 പേപ്പർ എക്സാം എഴുതും. CMA 4 പേപ്പേഴ്സ് നമ്മൾ എക്സാം എഴുതും. 4 പേപ്പേഴ്സ്, 4 പേപ്പർ നമ്മൾ എക്സാം എഴുതും. മറ്റു കുട്ടികളിൽ വ്യത്യസ്തമാണ്. നമ്മൾ 4 പേപ്പർ CMA എക്സാം എഴുതി. എനിക്കറിയാം നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ആദ്യത്തെ ചോദ്യം, അല്ല സാറേ എക്സാം എഴുതിയതൊക്കെ കൊള്ളാം, പാസ്സാവണ്ടേ സാറേ? വേണ്ട, നിങ്ങൾ പാസ്സാവണ്ട. ഞാൻ പറഞ്ഞ നിങ്ങൾ പാസ്സാവണം. എനിക്ക് നിങ്ങൾ പാസ്സാവണം ഒരു നിർബന്ധവും. അങ്ങനെ ഒറ്റയടിക്ക് പാസ്സായിട്ട് അങ്ങനെ ജീവിതത്തിൽ നമ്മൾ ആരും മുന്നേറണം. നമ്മൾ ഒരു തവണ ഒക്കെ തോൽക്കണം. ഞാൻ പറയുന്നതാ, ഒരു തവണ തോൽക്കണം. നിങ്ങൾ പാസ്സായാൽ യു ആർ ഗ്രേറ്റ്. പാസ്സായില്ലെങ്കിൽ പോലും ഒരു ടെൻഷൻ അടിക്കേണ്ട മക്കളെ. നിങ്ങൾ ഫസ്റ്റ് ചാൻസിലാണ് നിങ്ങൾ തോറ്റിരിക്കുന്നത്. ജീവിതത്തിൽ എല്ലാവരും ഫസ്റ്റ് ചാൻസിൽ മാത്രം ജയിച്ച് കടന്നു വന്നവരാണോ? അല്ലല്ലോ. സോ യു ഡോണ്ട് വെറി. Again you have a chance of 4 paper
അറ്റ് ദ മിഡിൽ രണ്ടാമത്തെ വർഷത്തിന്റെ മിഡില് ഈ 4 പേപ്പർ നിങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അഗെയിൻ യു ക്യാൻ റിപ്പീറ്റ് ദ 4 പേപ്പർ. റിപ്പീറ്റേഷൻ അത് കേട്ടോ, രണ്ടാമത്തെ തവണ എഴുതുന്നേ. ഈ രണ്ടാമത്തെ തവണ എഴുതുമ്പോൾ ഞാൻ ഉറപ്പ് തരുന്നു, തലയുടെ അകത്ത് കുറച്ചെങ്കിലും ചിന്തയുള്ളവരൊക്കെ പാസ്സാവും. 100% ഗ്യാരണ്ടി. ഇന്നാലും കുറച്ച് ഉഴപ്പിയന്മാരുണ്ടാവും, സാറേ രണ്ടാമത്തോട്ട് എന്റെ കയ്യിൽ നിന്ന് പോയി സാറേ, ഭാഗ്യമില്ല സാറേ. അങ്ങനെ ഭാഗ്യമില്ല എന്ന് പറഞ്ഞോൻ പോലും പേടിക്കണ്ട. യു അറ്റംപ്റ്റ് ഫോർ ദ 3rd ചാൻസ്. മൂന്നാമത്തെ ചാൻസിൽ നീ എഴുതി പാസ്സായാലും ഞാൻ ഹാപ്പി. അപ്പൊ എഴുതിയാലും ഞാൻ ഹാപ്പിയാണ്. കാരണം വെറും ഒരു ബികോം പഠിക്കുന്നവനേക്കാൾ എത്രയോ മുമ്പിലല്ലേ നമ്മള് തോറ്റോട്ടെ, എന്താ പ്രശ്നം? അപ്പൊ ഞാൻ പറയുന്ന പോയിന്റ് ഇതാണ്, യു ടേക്ക് ചാൻസ് 1, ചാൻസ് 2, ചാൻസ് 3, ഒന്നും പ്രശ്നമില്ല. ഫസ്റ്റ് ചാൻസ്, സെക്കൻഡ് ചാൻസ്, 3rd ചാൻസ്, ഈ 3 ചാൻസിൽ നിങ്ങൾ പാസ്സായാലും ഞാൻ ഹാപ്പി. ഇനി ഫസ്റ്റ് ചാൻസിൽ പാസ്സായ ഒരാൾ ഇതേ ഈ സെക്കൻഡ് ഇയർ അവസാനിക്കുമ്പോ അടുത്ത 4 പേപ്പർ എക്സാം ഉണ്ട്. നെക്സ്റ്റ് 4 പേപ്പർ, അത് പുതിയ 4 പേപ്പറാ, അത് പഴയ 4 പേപ്പർ അല്ല, പുതിയ 4 പേപ്പർ ആണ്. അപ്പൊ പാസ്സായവരുതേ ഇവിടെ ഒരു പുതിയ 4 പേപ്പർ എക്സാം. തോറ്റൊരു റിപ്പീറ്റേഷനിലായിരിക്കും, ജയിച്ചവര് പുതിയ 4 പേപ്പർ എക്സാം എഴുതും. അപ്പൊ ജയിച്ചവരുടെ ഒരു പ്രത്യേകത എന്താ? അവര് രണ്ടാമത്തെ കൊല്ലം അവസാനിക്കുമ്പോഴേക്കും 8 പേപ്പർ പാസ്സായി, അഥവാ ഇന്റർമീഡിയറ്റ് പാസ്സായിട്ടുണ്ടാവും. എന്താ ഇന്റർമീഡിയറ്റിന്റെ പവർ എന്ന് പറയുന്നത്? ഇന്റർമീഡിയറ്റിന്റെ പവർ എന്താണെന്നറിയോ? ജോലിക്ക് പോവാൻ കേപ്പബിൾ ആയി എന്നർത്ഥം. സെക്കൻഡ് ഇയറിൽ പഠിത്തം നിർത്തി വേണമെങ്കിൽ ജോലിക്ക് പോവാ, അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് അർത്ഥം. ദുബായ്, ഖത്തർ പോലത്തെ രാജ്യങ്ങളിലേക്ക് വേണമെങ്കിൽ പോവാം. ഇന്റർ പാസ്സായവർക്ക് വരെ അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കേരളത്തിൽ തന്നെ പല പ്രൈവറ്റ് കമ്പനികളിലും അക്കൗണ്ട് സെക്ഷനിലോട്ട് കയറാം, ഇന്റർ മതി. കേരളത്തിലെ തന്നെ, ഇന്ത്യയിലെ തന്നെ ഇന്ത്യൻ ഓയിൽ എന്ന് പറയുന്ന മെയിൻ കമ്പനി എവറി 6 months വിളിക്കുന്നത് ഇന്റർ കഴിഞ്ഞവരെയാണ്. 100 വേക്കൻസി, 30, 40, 50 വേക്കൻസി ഒക്കെ ഉണ്ടാവാറുണ്ട് ഇന്ത്യൻ ഓയിൽ. ഓൾ ഇന്ത്യ ലെവൽ വിളിക്കും. നിങ്ങൾ ജോലിക്ക് പോകണമെന്ന് ഞങ്ങൾ പറയില്ല, പക്ഷെ യു ആർ കേപ്പബിൾ. ആർക്കെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അനുഭവിച്ച് വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിൽ പെട്ടെന്ന് ജോലിക്ക് പോകണമെന്നുണ്ടോ, സെക്കൻഡ് ഇയറിലേ പോവാം. അപ്പൊ സാറേ അവിടെ ചോദ്യം ഉണ്ടാവും, സാറേ ഞങ്ങൾ പാസ്സാവാത്തവരുണ്ടല്ലോ കുറച്ചുപേര് അവിടെ, ഞങ്ങൾ സാറ് നേരത്തെ പറഞ്ഞ തോൽക്കുന്നു പറഞ്ഞ കാറ്റഗറി, ഞങ്ങൾ ആ രണ്ടാമത്തെ പേപ്പർ പാസ്സായില്ലെങ്കിലോ? പേടിക്കണ്ട, നിങ്ങൾക്ക് ആ പേപ്പർ എഴുതാൻ ഇവിടെ വീണ്ടും ചാൻസ്. 4 പേപ്പർ നിങ്ങൾക്ക് ആ 4 പേപ്പർ ഇത് എവിടെ റിപ്പീറ്റ് ചെയ്യാം. 3 വട്ടം എഴുതിയിട്ട് പാസ്സാവാതിരിക്കുമാരെങ്കിലും ഇത് 1ാമത്തെ വട്ടം എഴുതി. ഇനി വീണ്ടും കിട്ടും എഴുതണം സാർ, ഈ രണ്ടാമത്തെ 4 പേപ്പർക്ക് അത് ഈസിയാണ്, ഇത്ര ഒന്നും എഴുതണ്ട. എങ്കിൽ പോലും എഗെയിൻ 4 പേപ്പർ എഴുതാനുള്ള ചാൻസ് പെടുന്നു. അപ്പൊ എത്ര ചാൻസ് ഉണ്ട്? ഓരോ പേപ്പറിനും 3 ചാൻസ് വെച്ചിട്ട് 3 കൊല്ലത്തിന്റെ ഇടക്ക്. എന്നിട്ട് 3 കൊല്ലത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ഇന്റർ ഫിനിഷ് ചെയ്താലും, 3 year കഴിയുമ്പോൾ നിങ്ങൾ ഇന്റർ ഫിനിഷ് ചെയ്താലും. ഞാനീ പറഞ്ഞത് ഏറ്റവും മോശമായി പഠിക്കുന്ന ആളെ പറ്റിയാണ്. ഇനി നന്നായി പഠിക്കുന്ന ആളോ? നന്നായി പഠിക്കുന്ന ആള് ഇവിടെ എഴുതുക ഇന്റർ അല്ല, ആളിവിടെ എഴുതുക ഫൈനലിന്റെ 4 പേപ്പറാണ്. ആളിവിടെ എഴുതുക ഫൈനലിന്റെ 4 പേപ്പറാണ്. ആളിവിടെ കംപ്ലീറ്റ് ചെയ്യുക ഫൈനലിന്റെ 8 പേപ്പറാണ്. ആള് 3 കൊല്ലം കഴിയുമ്പോഴേക്കും ഫൈനല് പാസ്സായ. അപ്പൊ 2 പോയിന്റാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. 2 പോയിന്റുകളാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടോ, നന്നായി പഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആള് ഫസ്റ്റ് ചാൻസിൽ തന്നെ എല്ലാ പേപ്പറും പാസ്സായി. ഒന്നെങ്കിൽ നിങ്ങൾ 3 കൊല്ലം കണ്ട് ഇന്റർ പഠിച്ചിറങ്ങും എന്റെ മക്കളെ, അല്ലെങ്കിൽ നിങ്ങൾ നന്നായി പഠിക്കാൻ റെഡിയാണെങ്കിൽ ഇന്ററും ഫൈനലും കഴിഞ്ഞു പോകും. ഇന്ററും ഫൈനലും കഴിഞ്ഞിറങ്ങിയ സൂപ്പർ. നിങ്ങളുടെ പേര് തന്നെ മാറും. മുജിത്തബ, നിങ്ങളുടെ പേര് മുജിത്തബ അല്ലേ, CMA മുജിത്തബായി മാറും. കേൾക്കാൻ രസമല്ലേ? റൈറ്റ്? യെസ്. അപ്പൊ അതിനുള്ള ഒരു ഡിസിഷനാണ് നിങ്ങൾ എടുക്കുന്നത്. ഓക്കെ, നന്നായി പഠിക്കുക. ഒരു തരത്തിൽ പോലും ഇതിന് സാറേ ഒരുപാട് പഠിക്കണം വേണ്ട. ഈ ബികോമിന് പോണ പോലത്തെ പഠിത്താവൻ ഡെയിലി വീട്ടിൽ വന്നിരുന്ന് ആഴ്ചയിൽ ഡെയിലി 7 ദിവസമുള്ള ആഴ്ചയിൽ 2 ദിവസം കളിച്ച് ബാക്കി 5 ദിവസമെങ്കിലും ഒരു 2 മണിക്കൂർ വെച്ച് പഠിക്കുന്ന ഒരു ശീലം സയൻസുകാർ ചെയ്യുന്ന പോലത്തെ ഒരു ശീലം ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങളൊക്കെ ഈസി ആയിട്ട് പാസ്സാവും. അതൊന്നും ടഫല്ല. നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ എന്താ പാസ്സാവത്തേന്ന്. നിങ്ങൾ ബുക്ക് ഓർക്കണില്ല, അതാ പ്രശ്നം. അപ്പൊ ഡെയിലി ഒരു 2 മണിക്കൂർ പഠിക്കുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടോ? ഡോണ്ട് വെറി, എവ്രിവൺ വിൽ വിൻ. എല്ലാവരും പാസ്സാവും, അതിലൊരു പേടിയും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ബികോംപ്ലസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേ. ഇനി ഇതിന്റെ ഫീസിനെ പറ്റി നിങ്ങൾ ഒരുപാട് വേവലാതിപ്പെടേണ്ട. ഏറ്റവും ചെറിയ ഫീസിലാണ് മൂസിൻ സാർ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ചെറിയ ഫീസ്. അതിൽ ഒന്നാമത് ഞാൻ പറയുന്നത് സെമസ്റ്റർ ഫീസാണ്. സെമസ്റ്റർ ഫീ
സെമസ്റ്റർ ഫീസ് നിങ്ങൾ എങ്ങനെ അടക്കേണ്ടത് വെച്ചിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ നിങ്ങൾ ഓഗസ്റ്റ് നമ്മൾ ബാച്ച് തുടങ്ങാം, ഓഗസ്റ്റ് 2021. ഞാൻ ഓഗസ്റ്റ് എഴുതുന്നത് ഞാൻ ജൂൺ എഴുതുക, കാരണം സാധാരണ ഞങ്ങൾ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യാറ് ജൂൺ ആണ്. അപ്പൊ ജൂൺ 2021 നിങ്ങൾ 12,000 രൂപ സെമസ്റ്റർ ഫീസ് അടക്കും. പിന്നെ നിങ്ങൾ അടുത്ത ഫീസ് അടക്കേണ്ടത് ഡിസംബർ 2021 എഗെയിൻ 12,000 രൂപ സെമസ്റ്റർ ഫീസ് അടക്കും. പിന്നെ നിങ്ങൾ അടുത്ത അടക്കേണ്ടത് ജൂൺ 2022 12,000 രൂപ സെമസ്റ്റർ ഫീസ് അടക്കും. പിന്നെ എഗെയിൻ ഡിസംബർ 2022 12,000 രൂപ സെമസ്റ്റർ ഫീസ് അടക്കും. എഗെയിൻ ജൂൺ 2023 12,000 രൂപ സെമസ്റ്റർ ഫീസ് അടക്കും. എഗെയിൻ ഡിസംബർ 2023 12,000 രൂപ സെമസ്റ്റർ ഫീസ് അടക്കും. ഇങ്ങനെ 6 തവണ അടക്കും. ഇതിൽ ഏറ്റവും മാൻഡേറ്ററി ആയിട്ടുള്ള ഇത്രയേ ഉള്ളൂ. ഇതാ മാൻഡേറ്ററി ആയിട്ട് വരുന്നുള്ളൂ. ഇത്രയും മാൻഡേറ്ററി ആയിട്ട് വരും. ഇത്രയാണ് ഇന്ററിന്റെ കോച്ചിങ്ങിൽ വരുന്നത്. ഇത് ഫൈനലാ. സപ്പോസ് നിങ്ങൾ ഫൈനലിലോട്ട് എത്തുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എപ്പോഴാണോ ഫൈനലിലോട്ട് എത്തുന്നത് അപ്പം അടച്ചാൽ മതി. എപ്പോഴാണോ ഫൈനലിലോട്ട് എത്തുന്നത് അപ്പം അടച്ചാൽ മതി. ഇതാണ് മാൻഡേറ്ററി പേയ്മെന്റ്. അപ്പൊ മാൻഡേറ്ററി പേയ്മെന്റ് നോക്കുമ്പോൾ ആകെ 24,000 48,000 രൂപ ഉള്ളൂ. ആകെ 48,000 രൂപ ചെലവ് വരുന്നുള്ള കോച്ചിങ് ഫീസ്. ആകെ 48,000 രൂപ ചെലവ് വരുന്നുള്ള കോച്ചിങ് ഫീസ്. ബാക്കി വരുന്നത് ഫൈനൽ പഠിക്കുമ്പോഴേ ആ കോസ്റ്റ് വരുന്നുള്ളൂ. അപ്പോഴേ അതൊരു മാൻഡേറ്ററി ഫീസ് ആയിട്ട് വരുന്നുള്ളൂ, അല്ലെങ്കിൽ റിപ്പീറ്റേഷനാണ്. ഓക്കെ. ആൻഡ് അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീസുകൾ. രജിസ്ട്രേഷൻ ഫീ, ഫൗണ്ടേഷൻ നിങ്ങൾ ഓൾറെഡി അടച്ചു കഴിഞ്ഞു എല്ലാവരും. ഇനി അടക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് അടക്കാം. 6,000 രൂപയാണ് ഫൗണ്ടേഷൻ. അത് പാസ്സായി കഴിഞ്ഞാൽ ഇന്റർ 23,100 രൂപ. ഇനി തേർഡ് ഇയറിൽ എല്ലാം പാസ്സായി കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടുന്ന സെറ്റപ്പ് എത്തിക്കഴിഞ്ഞാൽ ഫൈനൽ അടക്കേണ്ടതുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആർട്ടിക്കിൾഷിപ്പിന്റെ ശമ്പളത്തിൽ നിന്ന് തന്നെ അടക്കാം. ഇതൊന്നും വീട്ടുകാരെ നിന്ന് വാങ്ങണ്ടുള്ളൂ. ഇത്രയാണ് വീട്ടുകാരെ നിന്ന് വാങ്ങുള്ളൂ. ഇതൊരിക്കലും വീട്ടുകാരെ നിന്ന് വാങ്ങുന്നില്ല. കാരണം നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് ചെറിയൊരു സാലറി ഒക്കെ ഉണ്ടാവും. 25,000 രൂപയാണ് വരുന്നത്. അത് നിങ്ങളുടെ സാലറി തന്നെ നിങ്ങൾക്ക് അടക്കാൻ പറ്റും. ഇനി സ്കോളർഷിപ്പ് ഉണ്ട്. എത്രയാ സ്കോളർഷിപ്പ് കിട്ടുന്ന OBC ആണ്. OBC ഫസ്റ്റ് ഇയറിൽ സ്കോളർഷിപ്പ് 15,000 രൂപ വരെ കിട്ടും. OBC-കാർക്ക് കിട്ടുന്നുണ്ട്. സെക്കൻഡ് ഇയറിലും കിട്ടും 15,000 രൂപ. ഇങ്ങനെ 2 തവണ 15,000 കിട്ടുന്നു. അപ്പൊ 30,000 രൂപയോളം സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടുകയാണ്. പലപ്പോഴും പെൺകുട്ടികൾക്ക് മസ്റ്റ് ആയിട്ടും കിട്ടാറുണ്ട്. ആൺകുട്ടികൾക്ക് എല്ലാവർക്കും ചിലവ് 70% എല്ലാവർക്കും കിട്ടാറുണ്ട് ചിലവ്. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെലവുള്ളേ? ഈ പറയുന്ന 48,000 പ്ലസ് ഈ പറയുന്ന 2 എമൗണ്ട്, ഇതിന്നൊരു 30,000 കുറഞ്ഞാലോ? അപ്പൊ ഈ എമൗണ്ട് ഇല്ലാതായി. സ്കോളർഷിപ്പ് കിട്ടുകയാണെങ്കിൽ ഈ എമൗണ്ട് അടക്കാത്ത പോലെ ആയി. ഇതൊക്കെ സ്കോളർഷിപ്പ് ഉപയോഗിച്ച് അടച്ചതിന് ശേഷമാണ് സ്കോളർഷിപ്പ് കിട്ടുന്നത്. അപ്പൊ സ്കോളർഷിപ്പ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എഫക്റ്റീവ്ലി ചെലവ് വളരെ കുറഞ്ഞു. വളരെ തുച്ഛമായ കോസ്റ്റ്. ഒരു എഞ്ചിനീയറിംഗ് മെഡിസിനൊക്കെ പഠിക്കുന്ന എത്ര ചെലവുണ്ട് സയൻസുകാർക്ക്? അത്ര ചെലവുണ്ടോ? ചെലവില്ല. അപ്പൊ ഒരു CMA ഓതറൈസ്ഡ് സെന്റർ ആണ് മലപ്പുറത്തെ MC അക്കാദമി. അപ്പൊ നിങ്ങൾ അവിടെ പഠിക്കുകയാണ്, ഈ രീതിയിലുള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. ആൻഡ് അടുത്ത ചോദ്യം വരെ, സാറേ ഞങ്ങൾ BCom റെഗുലർ കോളേജിൽ പോണോ? എന്റെ മറുപടി വേണ്ട. നിങ്ങൾ അലോട്ട്മെന്റ് BCom റെഗുലർ കോളേജിൽ കൊടുക്കണ്ട. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ അപ്ലൈ ചെയ്ത് പോവാണെങ്കിൽ പൊക്കോളൂ. അപ്ലൈ ചെയ്യാതെ നിൽക്കുന്നവർക്ക് നമുക്ക് 3 കൊല്ലം കൊണ്ട് CMA ഫിനിഷ് ചെയ്യാം. അപ്ലൈ ചെയ്യുന്നവർ റെഗുലർ കോളേജ് പോയി പഠിച്ചോളൂ മക്കളെ. 3 കൊല്ലം കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ 2 കൊല്ലം പഠിച്ച് CMA വേണമെങ്കിൽ പാസ്സായിക്കോളൂ എന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ. ലൈഫിൽ അങ്ങനെ സമയം വേസ്റ്റ് ചെയ്യേണ്ട. വലിയ അർത്ഥം ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇനി ക്യാമ്പസ് എന്നുള്ള കൺസെപ്റ്റ് ഒന്നും ഇല്ലാതെ അസ്തമിച്ചു. അത് ഒന്നാമത്തെ മാറ്റർ. അപ്പൊ ഈ സമയം ഫാസ്റ്റ് ആയിട്ട് ഉപയോഗപ്പെടുത്തുക. BCom നിങ്ങൾ അലോട്ട്മെന്റ് കൊടുക്കാൻ പോകണ്ട. BCom നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ചെയ്യും. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? സർട്ടിഫിക്കറ്റിലോ എക്സാമിലോ ഒന്നും വ്യത്യാസമില്ല. ഒരേ ഒരു വ്യത്യാസമുള്ളൂ. റെഗുലർ കോളേജിൽ പഠിക്കുന്നവർക്ക് ഇന്റേണൽ മാർക്ക് ഉണ്ട്. നമുക്ക് ഇന്റേണൽ മാർക്ക് ഇല്ല. പകരം നമുക്ക് എല്ലാ സബ്ജക്റ്റിലും ഒരു 20 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ അധികം ഉണ്ടാവും. ഈ 20 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിന് അനുസരിച്ചാണ് നമുക്ക് ഇന്റേണൽ മാർക്ക് കിട്ടുക. ഈ 20 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ 20 ആൻസർ ചെയ്താൽ നമുക്ക് 20 മാർക്ക് ഇന്റേണൽ മാർക്ക് കിട്ടും. 15 ആൻസർ ചെയ്തുള്ളപ്പോൾ നമുക്ക് 15 മാർക്ക് ഇന്റേണൽ മാർക്ക് കിട്ടും. ഈ വ്യത്യാസം മാത്രമേ ഉള്ളൂ റെഗുലർ കോളേജിൽ പഠിക്കുന്ന കുട്ടികളും നമ്മളും തമ്മിൽ. ഈവൻ സർട്ടിഫിക്കറ്റ് ആയാലും എവറിത്തിങ് ഇസ് ലുക്ക് ലൈക്ക് സെയിം, നോ ഡിഫറൻസ്. അതൊക്കെ വെറുതെ പറയുന്ന സംശയം. പ്രൈവറ്റ് രജിസ്ട്രേഷൻ പഠിച്ചൊരു ചേട്ടന്റെ ചേച്ചിയുടെ സർട്ടിഫിക്കറ്റ് എടുത്ത് മറിച്ച് നോക്കി. ഇറ്റ്സ് ലുക്ക് ലൈക്ക് സെയിം.
അപ്പോ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ആണ് നമ്മൾ ചെയ്യുക. അങ്ങനെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ചെയ്താൽ നമുക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് റെഗുലർ കോളേജിൽ പോയി പഠിക്കുന്ന ബികോം എന്താണോ അതേ ബികോം നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന എന്താ, വലിയൊരു അല്ലെങ്കിലും വലിയ അടിച്ചുപൊളിയൊന്നും ഉണ്ടാവാൻ പോണില്ല. വലിയ അടിച്ചുപൊളിയില്ല. ഇവിടെ നമുക്ക് അടിച്ചുപൊളിക്കാം. ഓണവും പെരുന്നാളും ക്രിസ്മസും ഒക്കെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. ആഘോഷങ്ങൾ നമുക്കും വെക്കാം. ഒരു ടെൻഷനും ഇല്ല. ആഘോഷമൊക്കെ ഉണ്ട്. CMA എന്ന് പറഞ്ഞാൽ പഠിത്തം മാത്രമാണെന്ന് വിചാരിക്കണ്ട. സെലിബ്രേഷൻസ് ആർ ദേർ. തന്നെയാണ് എല്ലാവരും പഠിക്കുന്നത്. സെലിബ്രേഷൻസ് ആർ ദേർ. ബട്ട് ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കണം, കുറച്ച് പഠിക്കൂടും. അപ്പൊ ഇതാണ് ഡിഫറൻസ്. അപ്പോൾ ഈ CMA പ്ലസ് BCom എന്ന് പറഞ്ഞ കോഴ്സിന്റെ ക്ലാസ്സുകൾ നമ്മൾ വരും ദിവസങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് വീട്ടുകാരുമായി സംസാരിച്ച്, ഡിസിഷൻ എടുത്ത്, പാരന്റ്സുമായി സംസാരിച്ച് ഒരു തീരുമാനമെടുത്ത് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. യുവർ ലൈഫ് വിൽ ബി സെക്യൂർ. നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും. എന്നെ കൊണ്ട് നിങ്ങളെ പഠിപ്പിക്കാനേ കഴിയുള്ളൂ. നിങ്ങൾക്ക് പഠിക്കാനുള്ള മൈൻഡ് ഉണ്ടാക്കി തരാൻ, മോട്ടിവേറ്റ് ചെയ്യാൻ എനിക്ക് കഴിയുള്ളൂ. പഠിക്കുന്നത് നിങ്ങളാണ്, വിജയിക്കുന്നത് നിങ്ങളാണ്. അപ്പൊ നിങ്ങളാണ് ഡിസിഷൻ എടുക്കുക. ഓക്കെ, എവരിതിങ് ഓക്കെ? പ്ലീസ് റെസ്പോണ്ട്. യു ഗോട്ട് ദ ഐഡിയ? ഒരു ഐഡിയ കിട്ടിയോ? ഇവിടെ ഒരു ചോദ്യം, പ്രധാനപ്പെട്ട ഒരു ചോദ്യം എല്ലാവരും ചോദിക്കാറുണ്ട്, സാറേ BCom-ഉം CMA കൊണ്ട് രണ്ടും കൂടെ എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റും, ഒരുപാട് പഠിക്കണ്ടേ? അങ്ങനെ രണ്ടും കൂടെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സെമസ്റ്റർ 1 BCom-ന് ഇംഗ്ലീഷ്, മലയാളം പോലത്തെ സെമസ്റ്റർ 1 BCom-ന് ഇംഗ്ലീഷ്, മലയാളം, എക്കണോമിക്സ്, മാനേജ്മെന്റ്, ഇങ്ങനെ കുറെ പേപ്പറുകളുണ്ട്. ഇതിൽ എക്കണോമിക്സ്, മാനേജ്മെന്റ് ഓൾറെഡി ഫൗണ്ടേഷൻ പഠിച്ചു കഴിഞ്ഞ് ഇംഗ്ലീഷും മലയാളമൊക്കെ ഇനി പഠിക്കണ്ട. ഇംഗ്ലീഷ് മലയാളം CMA പഠിക്കണ്ട. പക്ഷെ സെമസ്റ്റർ 2 വരുമ്പോ അവിടെ ഇംഗ്ലീഷ് മലയാളം ഉണ്ട്. അത് BCom-ന് വേണ്ടി പഠിക്കണം. ശരിയാണ്, CMA പഠിക്കാല്ല. പക്ഷെ അവിടെ ഒരു അക്കൗണ്ടിങ് ഉണ്ട്, അത് നമ്മൾ CMA ഓൾറെഡി പഠിച്ചതാ. പിന്നെ അങ്ങോട്ട് വരുന്ന സമയത്ത് ലോൺ, 2 ലോ പഠിക്കാണ്ട് BCom-ന്. 2 ലോ ഉണ്ട്. ആ 2 ലോയും CMA വേണ്ടി പഠിച്ചതാ, പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ കോസ്റ്റിംഗ് ഉണ്ട് BCom-ന്, CMA വേണ്ടി പഠിച്ചതാ. പിന്നെ DT ഉണ്ട് BCom-ന്, CMA വേണ്ടി പഠിച്ചതാ. പിന്നെ കമ്പനി അക്കൗണ്ട്സ് ഉണ്ട് BCom-ന്. അതായത് ഏകദേശം 12ഓളം BCom-ന്റെ ടഫ് പേപ്പർ ഉണ്ടല്ലോ. BCom ഒരു ടഫ് എന്ന് പറഞ്ഞ പേപ്പർ അത് നമ്മൾ CMA പഠിച്ചത്. അപ്പോ ഒരുപാട് പേപ്പർ രണ്ടിലും സെയിം ആയിട്ടുള്ളതുകൊണ്ട് ഒരു ഡബിൾ ആയിട്ട് പഠിക്കുന്ന പോലും തോന്നില്ല. സിംഗിൾ ആയിട്ട് കയറി പൊക്കോളും. ലാംഗ്വേജ് പേപ്പറുകളും ചെറിയ ചെറിയ തിയറി പേപ്പറുകളും മാത്രമേ എക്സ്ട്രാ പഠിക്കേണ്ടി വരും. അപ്പൊ ആ കാര്യത്തിലൊന്നും പേടിക്കണ്ട. ബോത്ത് ആർ മാനേജ്ഡ് വെൽ. ആ രീതിയിലുള്ള ഒരു അക്കാദമിക് പ്ലാൻ ആണ് നമുക്ക് അവിടെ MC അക്കാദമിയിൽ ഉണ്ടാവുക. നിങ്ങൾ അന്ന് വന്ന് കണ്ട ബിൽഡിംഗ് അല്ല, പുതിയൊരു ഇൻഫ്രാസ്ട്രക്ചറും പുതിയൊരു ബിൽഡിംഗ് ഒക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് വിസിറ്റ് ചെയ്യുക, കാണുക. ഒരു ചെറിയ നല്ല രീതിയിലുള്ള ഒരു ക്യാമ്പസ്, നമുക്ക് അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ പഠിക്കാം. സോ ഇപ്പൊ കുറച്ച് പേരൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല ആരാണ് ജോയിൻ ചെയ്യുന്നതെന്ന്. എനിവേ നമ്മൾ ഓൾറെഡി എല്ലാ കണ്ടന്റും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കളെ? ഒന്ന് മെസ്സേജ് ആയിട്ട് ചോദിച്ചു. എനി ഡൗട്ട്സ്? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഒന്ന് മെസ്സേജ് ആയിട്ട് ചോദിച്ചു. എനി ഡൗട്ട്സ്? ഇനി എന്തുണ്ടെങ്കിലും മൂസിൻ സാറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്തെങ്കിലും ഡൗട്ടുകളുടെ എന്നെ വിളിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഫർദർ ഉണ്ടെങ്കിൽ പറയൂ. ഉണ്ടോ? BCom-ന് വേറെ പ്രത്യേകം ഫീ ഉണ്ടോ? വെരി ഗുഡ്, നല്ല ചോദ്യം. ഇല്ല. ദിസ് ഫീ ഈസ് ഫോർ BCom പ്ലസ് CMA. ഈ ഫീ BCom പ്ലസ് CMA ആണ്. ഇത് ഒറ്റ തവണ അടച്ചാൽ മതി. BCom പ്ലസ് CMA പറഞ്ഞാൽ BCom-ന്റെ ഫീ ഉണ്ട്, CMA-യുടെ ഫീ ഉണ്ട്. വേറൊരു ഫീ അടക്കണ്ട. സാർ ഈ പറഞ്ഞതിന് പുറമെ എന്തെങ്കിലും ചെലവുണ്ടോ? ഉണ്ട് മക്കളെ, ഉണ്ട്. ഞാൻ പറയാൻ മറന്നുപോയി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BCom രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു 2000 രൂപ ഫസ്റ്റ് ഇയറിൽ വരും. ഒരു 1500 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. 2000 to 1500 to 2000, ഒരു 1500 കൂട്ടുക. 2000 തന്നെ കൂട്ടും. 2000 രൂപ ഫസ്റ്റ് ഇയറിൽ വരും. ഒരു 1500 രൂപ മുതൽ 2000 രൂപ സെക്കൻഡ് ഇയറിൽ വരും. ഒരു 1500 2000 രൂപ മുതൽ തേർഡ് ഇയറിൽ വരും. ഇതാണ് ഒരു എക്സ്ട്രാ ചെലവ്. പിന്നെ BCom-ന്റെ എക്സാം എഴുതുമ്പോൾ സെമസ്റ്ററിന് ഒരു 250 രൂപ എക്സാം ഫീസ് വരും. പിന്നെ നമുക്ക് യൂണിഫോം ഉണ്ടാവും, യൂണിഫോം അടിക്കണം. അതിന്റെ ഒരു ചെറിയ ചെലവ്. യൂണിഫോം നല്ലതാ, CT ഒക്കെ കിട്ടാനൊക്കെ നല്ലതാ. യൂണിഫോം ഉണ്ടാവും, എന്റെ ചെറിയ ചെലവുണ്ടാവും. പിന്നെ CMA-യുടെ എക്സാം എഴുതുമ്പോൾ ഒരു 1200 രൂപ ഒരു തവണ എക്സാം എഴുതുമ്പോഴോ. ഇതാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് പുറമെ വരുന്ന ഒരു ചെലവ്. ഇതല്ലാതെ ഒരു ചെലവ് എക്സ്ട്രാ ഇല്ല. നത്തിങ് ഈസ്. അപ്പൊ ഒരാൾ ഡൗട്ട് ചോദിച്ചത് നന്നായി, വെരി ഗുഡ്. ഞാൻ പറയാൻ വിട്ടുപോയതാണ്, വളരെ നന്നായി. മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡിഗ്രി പ്രൈവറ്റ് രജിസ്ട്രേഷൻ നിങ്ങൾ ആരും ചെയ്യേണ്ട. ആ പ്രൊസീജിയർ ഒക്കെ ചെയ്യുന്ന ഞങ്ങളാണ്. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ഫീസ് ഓഫീസ്, റെഗുലർ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു കുട്ടി ഫീസ് ഓഫീസിൽ കൊടുന്ന് അടക്കുന്നത് പോലെ നിങ്ങൾ ഫീസ് ഓഫീസിൽ കൊടുന്ന് അടച്ചാൽ മാത്രം മതി. ബാക്കി എല്ലാം നമ്മൾ ഡീൽ ചെയ്യും. എക്സാം ഫെയിൽ ആയാൽ
എക്സാം ഫെയിൽ ആയാൽ നെക്സ്റ്റ് അറ്റംപ്റ്റ് എഴുതുമ്പോൾ വീണ്ടും ഫീസ് അടക്കണമെന്ന് ഒരാൾ ചോദിച്ചു. CMA എക്സാം നന്നായി ശ്രദ്ധിച്ചു. CMA എക്സാമുകൾ ഉണ്ടല്ലോ, ഈ ഫൗണ്ടേഷന്റെ 4 പേപ്പർ, ഇതിന് 5 വർഷം വാലിഡിറ്റി. ഒരു തവണ 6000 രൂപ അടച്ചാൽ അതിന് 5 വർഷം വാലിഡിറ്റിയാണ്. നമ്മൾ എക്സാം ഫെയിൽ ആയി കഴിഞ്ഞാൽ എക്സാം ഫീസായി 1200 രൂപ മാത്രം അടച്ചാൽ മതി, രണ്ടാമത് അടക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് CMA 23,100. ഒരു കൊല്ലം അടച്ചാൽ 7 കൊല്ലം വാലിഡിറ്റി ആണ്. 7 കൊല്ലം വരെ ഉള്ളിൽ നമുക്ക് പാസ്സായാൽ മതി. എക്സാം ഫീസ് മാത്രം അടച്ചാൽ മതി. ഇതൊക്കെ വൺ ടൈം ഫീസാണ്, ലൈഫിൽ ഒരു തവണ മാത്രം അടക്കേണ്ട ഫീസുകൾ. ജോബ് ഓപ്പർച്യൂണിറ്റീസ് പറയാം. ബികോം പേപ്പർ എക്സംഷൻ ഉണ്ടോ മുജിത്തബ? ബികോം പേപ്പർ എക്സംഷൻ ഉണ്ട്. അത് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബികോമിനല്ല, ജെയിൻ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിന്റെ ബികോമിനാണ്. അത് ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് പേഴ്സണലി വിളിക്കാൻ മൂസിൻ സാറോട് പറഞ്ഞിട്ട് എന്നെ ഒന്ന് പേഴ്സണലി വിളിച്ചാൽ മാത്രം മതി. അത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഈ കോച്ചിങ് ഫീയുടെ കാര്യം മൂസിൻ സാർ പറഞ്ഞിരുന്നില്ലല്ലോ. ഈ കോച്ചിങ് ഫീസിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ബികോം പ്ലസ് CMA പറഞ്ഞിട്ടുണ്ടാവില്ല. ഫൗണ്ടേഷൻ നമുക്ക് കോച്ചിങ് ഇല്ല. ഇപ്പൊ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഫൗണ്ടേഷൻ എക്സാമിൽ അതിന് കോച്ചിങ് ഫീസ് വാങ്ങുന്നില്ല, അല്ലെങ്കിൽ ഓൾറെഡി അറ്റൻഡ് ചെയ്തതിന് കോച്ചിങ് ഫീസ് വാങ്ങുന്നില്ല. ഇനി വരാൻ പോകുന്ന ഫൗണ്ടേഷന് ശേഷം വരാൻ പോകുന്ന അല്ലെങ്കിൽ പുതിയ കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്ന CMA ക്ലാസ്സാണ്. CMA ക്ലാസ്സുകൾക്കാണ് കോച്ചിങ് ഫീസ്, ഫൗണ്ടേഷൻ ഇല്ല. അതുകൊണ്ടായിരിക്കും മൂസിൻ സാർ പറയാതിരുന്നിട്ടുണ്ടാവും. ഓക്കെ, ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ജെയിൻ യൂണിവേഴ്സിറ്റി ആവുമ്പോൾ എന്താ ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ, ഒന്ന് ചെലവ് കുറച്ച് കൂടുതലുണ്ട്. റിയലി പറയാലോ, ചെലവ് കുറച്ച് കൂടുതലുണ്ട്. വീണ്ടും ഒരു എക്സ്ട്രാ ഈ പറയുന്ന 12,000 രൂപ പെർ സെമസ്റ്റർ വീണ്ടും, അതായത് ഡബിൾ ചെലവ് ഡബിൾ ആവും. ആൾമോസ്റ്റ് ചെലവ് ഡബിൾ ആവും കോച്ചിങ് ഫീസ്. കാരണം നമുക്ക് അടക്കുന്ന ഫീസല്ല യൂണിവേഴ്സിറ്റിക്ക് അടക്കുന്ന ഫീസ്. രണ്ടാമത് 2 തവണ പഠിക്കണ്ട, ഇതേ പേപ്പേഴ്സ് തന്നെ അതിലും പഠിക്കണം. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് അവിടെ ഉണ്ട്. അതാണ് അഡ്വാൻറ്റേജ്. അപ്പൊ അത്തരം കാര്യങ്ങൾ എന്നെ നേരിട്ട് ഫോം വിളിക്കൂ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. എൻ്റെ ടീമിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അനസ് മുഹമ്മദ് ഒന്ന് വിളിച്ചാൽ. ജോബ് ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞു. ഒന്നാമത്തെ മേഖല നമ്മൾ സ്വന്തമായിട്ട് ഓഫീസ് ഇടുക. CA CM പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഓഫീസ് ഇട്ട് GST വർക്കുകൾ, അക്കൗണ്ട്സ് വർക്കുകൾ, കോസ്റ്റ് ഓഡിറ്റ് വർക്കുകൾ, GST ഓഡിറ്റ് വർക്ക്, ഇതൊക്കെ ചെയ്തു കൊടുക്കാനും സൈനിങ് ദിവസം സ്വന്തമായിട്ട് ഓഫീസ് ഇടാം. ആരുടെയും അണ്ടറിൽ ജോലി ചെയ്യാതെ, ഒരു ബോസിന്റെയും അണ്ടറിൽ ജോലി ചെയ്യുക, സ്വന്തമായി ബോസ് ആവാം എന്നുള്ളതാണ് ഒന്നാമത്തെ മേഖല. സ്വന്തമായിട്ട് ഓഫീസിൽ വർക്ക് ചെയ്യാം. അതിനെ നമ്മൾ പ്രാക്ടീസിങ് എന്നാ പറയാം. രണ്ടാമത് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടർ കമ്പനികൾ, പബ്ലിക് സെക്ടർ കമ്പനികൾ. ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ ഓയിൽ, KPMG, ONGC അല്ലെ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഈവൻ LIC വരെ CA CM എക്സാം വിളിക്കാറുണ്ട്. BSNL വിളിക്കാറുണ്ട്, BSN. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ ഓയിൽ പറഞ്ഞു. അങ്ങനെ ഒരുപാട് പബ്ലിക് സെക്ടർ കമ്പനി, ബാങ്കുകൾ, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ഇതിന്റെയൊക്കെ ഫിനാൻസ് ഹെഡിലോട്ട്, ഇങ്ങനെ ഒരുപാട് ഏരിയയിലോട്ട് CA CM കഴിഞ്ഞവരെ വിളിക്കാറുണ്ട്. അതാണ് ഒരു ഓപ്പർച്യൂണിറ്റി. പിന്നെ വിദേശത്ത് പോകുമ്പോൾ ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ ഇവിടുത്തെ ടാക്സ് സിസ്റ്റം പോലെ അവിടെയും ഒരു ടാക്സ് സിസ്റ്റം ഉണ്ട്, VAT ഉണ്ട്. ചെറിയ ചേഞ്ചസ് ഉള്ളു രണ്ടും തമ്മിൽ. അപ്പൊ ഇന്ത്യയിൽ നിന്ന് CA CM കഴിഞ്ഞ് ചെല്ലുന്നവർക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉണ്ട്, വിത്ത് എക്സ്പീരിയൻസ്. ഓക്കെ, പണ്ടൊക്കെയാണ് വലിയ സാലറികളായി. ഇപ്പൊ അങ്ങനെ വലിയ സാലറി ഒന്നുമില്ല കോവിഡായിട്ട്. എങ്കിൽ പോലും ഒരു 3000 ദിർഹംസ് ഒക്കെ ഒരു CM സ്റ്റാർട്ടിങ് കിട്ടാറുണ്ട്. നാട്ടില് ഒരു 30,000 രൂപ മുതൽ 40,000 രൂപ വരെയൊക്കെ സ്റ്റാർട്ടിങ് തന്നെ ഒരു CM കിട്ടാറുണ്ട്. ഞാൻ ഏറ്റവും ലീസ്റ്റാ പറയുന്നത്, കാരണം വലുത് പറഞ്ഞ് ഞാൻ മോഹിപ്പിക്കാറുണ്ട്. എന്നാൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉണ്ട്. ക്യാമ്പസ് പ്ലേസ്മെന്റ് നിങ്ങൾ എവിടെ പഠിച്ചാലും, നിങ്ങൾ എല്ലാ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻസ് ആണ്. ചെന്നൈയിൽ വെച്ചിട്ടാണ് ക്യാമ്പസ്. CM പാസ്സായ ചെന്നൈയിൽ വെച്ച ക്യാമ്പസ് പ്ലേസ്മെന്റ്. MC അക്കാദമി മലപ്പുറത്ത് നിന്ന് ഫൈനൽ പാസ്സായവരൊക്കെ ലിസ്റ്റ് നമ്മൾ കൊടുക്കും 3 വർഷം കഴിയുമ്പോൾ. ചെന്നൈയിൽ ക്യാമ്പസ് പ്ലേസ്മെന്റ്, വലിയ കമ്പനികളാണ് വരിക. അവിടെ നമുക്ക് 60,000 രൂപ, 70,000 രൂപ, ഇവൻ 1 ലക്ഷത്തിന് മുകളിൽ വരെ സാലറി കിട്ടുന്നത് കുട്ടികൾ പ്ലേസ്ഡ് ആവുക. അപ്പൊ ജോബ് ഓപ്പർച്യൂണിറ്റി പറയാൻ പറഞ്ഞു, ഞാനത് പറഞ്ഞു. മറ്റെന്തെങ്കിലും ഡൗട്ടുകൾ? എന്തായാലും ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത 20-25 പേര് അവരാരും പറഞ്ഞു തരാത്തത് കൊണ്ട് ലൈഫ് നിങ്ങളുടെ ഡീവിയേറ്റ് ആകും. നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തന്നു കഴിഞ്ഞു ഓൾറെഡി. ഇനി നിങ്ങളുടെ ഡിസിഷനാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ ഇരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്, അവരെ നിങ്ങൾ 3 years മൊത്തം എത്ര ചെലവാകും? 3 years മൊത്തം എത്ര ചെലവാകും? ഓക്കെ, നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 12,000 ഇൻറ്റു 6 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞ മക്കളെ. അത് നമുക്ക് 12,000 ഇൻറ്റു 4 കൂട്ടാം. 12,000 ഇൻറ്റു 4 കൂട്ടാം. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ. 12,000 ഇൻറ്റു 4 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ. 48,000 അല്ലേ? 48,000 അല്ലേ? 48,000.
പ്ലസ് ഫൈനൽ പഠിക്കുകയാണ് നമ്മൾ പാസ്സായിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു 12,000 ഇൻറ്റു 2 അതിന്റെ ഒരു 24,000. ഇത്രയാണ് കോച്ചിങ് ഫീസ് വരുന്നത്. ഇത് ടോട്ടൽ എത്രയായി? 72,000. അതെ, 72,000 രൂപയാണ് 3 വർഷമായിട്ട് വരുന്ന ടോട്ടൽ എക്സ്പെൻസ്. ഇതാണ് MC അക്കാദമിയിൽ അടക്കേണ്ട ഫീസ്. പിന്നെ രജിസ്ട്രേഷൻ ഫീസുകൾ അതിൽ 6,000 ഓൾറെഡി അടച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഫൗണ്ടേഷന്റെ രജിസ്ട്രേഷൻ ഫീസ് 6,000, ഇന്ററിന്റെ 23,100. ഇത്രയും കൂട്ടിയാൽ മതി. എത്ര വരിക? 29,100. ഇനി ഫൈനലിലോട്ട് വരികയാണെങ്കിൽ അപ്പൊ ഈ 2 എമൗണ്ടുകളാണ് മെയിൻ ആയിട്ട്. മലപ്പുറത്ത് നിങ്ങൾ MC അക്കാദമിയിൽ പഠിക്കുമ്പോൾ ഈ 2 എമൗണ്ടാണ് മെയിൻ ആയിട്ട് വരുന്നത്. മെയിൻ ആയിട്ട് ഈ 2 എമൗണ്ട്. ഈ 2 എമൗണ്ടിനെ പറ്റി മാത്രം ടെൻഷൻ അടിച്ചാൽ മതി. പിന്നെ പാസ്സായിട്ടില്ലേ, പാസ്സായി പിന്നെ നിങ്ങളുടെ തന്നെ സാലറി കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഇൻകം കൊണ്ട് നിങ്ങൾ നടക്കും. ലാസ്റ്റ് വരുന്ന ഒരു 24,000. പിന്നെ നിങ്ങൾ പാസ്സായി എന്ന് അറിയുമ്പോൾ പിന്നെ നിങ്ങളുടെ രക്ഷിതാക്കൾ അത് എവിടുന്ന് കൊടുത്തിട്ടാലും അടക്കും. കാരണം നിങ്ങൾ പാസ്സായല്ലോ, നിങ്ങൾ വലിയൊരു ജോലിയിലോട്ട് പ്രവേശിക്കില്ല. ഈ 24,000 പ്ലസ് 25,000 ആവശ്യം വരുന്നത് പാസ്സായതിനു ശേഷം മാത്രം. അതുകൊണ്ട് അതിനെപ്പറ്റി പേടിക്കുക വേണം. അപ്പോൾ രണ്ട് സെറ്റ് ചെലവുകളാണ്. ഒന്നാമത്തെ സെറ്റ് അത് സ്റ്റേജ് 1. വേണമെങ്കിൽ ഒന്നുകൂടെ വ്യക്തമായിട്ട് എഴുതാം. സ്റ്റേജ് 1 ചെലവ് എന്തൊക്കെയാണ്? 48,000 പ്ലസ് 29,100. പാസ്സായാലോ സ്റ്റേജ് 2 എക്സ്പെൻസ് എത്രയാത്? 24,000 പ്ലസ് 25,000. ട്രെയിനിങ് 1 വർഷവും 3 മാസം, 15 മാസം. ട്രെയിനിങ് 15 മാസം. ആ ട്രെയിനിങ്ങുള്ള സൗകര്യം സ്ഥാപനത്തിൽ നിന്ന് തന്നെ തരും. സ്ഥാപനത്തിൽ നിന്ന് തന്നെ ട്രെയിനിങ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫേമുകളിലോട്ട് പോകാൻ ചെറിയ സാലറി കിട്ടും. അപ്പൊ അതും നമ്മൾ അറേഞ്ച് ചെയ്തു. യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ പ്രധാനമായിട്ട് കൊടുക്കുന്നത്. കാലിക്കറ്റ് മതി എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനിയിപ്പോ ഒരാൾ പറയാണ് സാറേ ഞാൻ CMA നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യും, എനിക്ക് കാലിക്കറ്റ് വേണ്ട, എനിക്ക് ഇഗ്നോ മതി, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷെ ഏറ്റവും നല്ല കാലിക്കറ്റ് എടുക്കുന്നതാണ്. പിന്നെ ഇഗ്നോനായിട്ട് നല്ല നിന്നാൽ പിന്നെ JN യൂണിവേഴ്സിറ്റി എടുക്കുന്ന CMA കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് കാലിക്കറ്റ് ആണ്. പിന്നെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച്, നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മറ്റു ചില ഓപ്ഷൻസ് എടുക്കാൻ അവസരം തരാറുണ്ട്. ഫൈനലി അതൊരു പോയിന്റ്. നന്നായി ശ്രദ്ധിച്ചോ. BCom CMA എക്സാം ഒരുമിച്ച് ഒരിക്കലും വരില്ല. നെവർ കേട്ടോ. രണ്ടും ഒരുമിച്ച് ഒരിക്കലും വരില്ല. ഈ ഒരാളൊരു ഡൗട്ട് ചോദിച്ചു. എന്തായിരുന്നു ഡൗട്ട്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് ആയിട്ട് കിട്ടാറുണ്ടോ? ഗവൺമെന്റ് കോളേജ് അല്ലല്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗവൺമെന്റ് കോളേജിൽ മാത്രം ഉണ്ടാകും. ഗവൺമെന്റ് കോളേജ് മാത്രമാണ്. എത്ര കുട്ടികൾ പഠിക്കും? പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ നടക്കുന്ന പ്രൈവറ്റ് രജിസ്ട്രേഷൻ. എത്രയോ അറിയപ്പെട്ട പാരലൽ കോളേജുകളൊക്കെ അല്ലേ അവിടെയൊക്കെ നടക്കുന്നത്. ഡിമാൻഡഡ് ആയിട്ടുള്ള പാരലൽ കോളേജുകളൊക്കെ അല്ലേ. ഫൈനൽ ആയാൽ സെം ഫീ വീണ്ടും അടക്കണ്ടേ? ഫൈനൽ ആയാൽ സെക്കൻഡ് ഇയർ കഴിഞ്ഞ് തേർഡ് ഇയർ ആയാൽ സെം ഫീ അടക്കണം. ഇനി അവിടെ റിപ്പീറ്റേഷൻ ആണെങ്കിൽ രണ്ടാമത് വീണ്ടും പഠിക്കുകയാണ്, പാസ്സായിട്ടില്ലെങ്കിൽ സെം ഫീ അടക്കണം. ഐ റിപ്പീറ്റ് ദ പോയിന്റ് അഗെയിൻ. ഫൈനൽ ഇയറിൽ ഇന്റർ റിപ്പീറ്റ് ചെയ്യാണ്, പാസ്സായിട്ടില്ല, വീണ്ടും പഠിക്കുകയാണെങ്കിൽ അവിടെ സെം ഫീ അടക്കണ്ട. ഫൈനൽ ആണെങ്കിൽ മാത്രം സെം ഫീ അടച്ചാൽ മതി. ഇനി അവിടെ നിങ്ങൾക്ക് നല്ല റിപ്പീറ്റേഷൻ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ സെം ഫീ അടക്കണം. റിപ്പീറ്റേഷൻ ക്ലാസ് വേണം സാർ, ഒന്നുകൂടെ സൂപ്പറായിട്ട് ക്ലാസ് എടുത്ത് തരുമോ എന്നൊക്കെ പറയുകയാണെങ്കിൽ അവിടെ ചെറിയൊരു എമൗണ്ട് നിങ്ങളെ കൊണ്ട് സെം ഫീ അടക്കും. ചെറിയൊരു എമൗണ്ട്, സ്മോൾ എമൗണ്ട്. Okay. Any other doubts? Any other doubts? Any other doubts? നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ ചോദിച്ചു, ഇതിപ്പോ ഓഗസ്റ്റ് 6 ആയില്ലേ, ഒരു 15-ാം തീയതിക്കുള്ളിൽ നമുക്കൊന്ന് തുടങ്ങണം. 10-ാം തീയതിക്ക് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം.
സൂപ്പറായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങണം 10-ാം തീയതിക്ക് ശേഷം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മൂസിൻ സാറുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യണം. ആദ്യം നിങ്ങളുമായിട്ടൊരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചു. എന്തായാലും ഒരു 15-ാം തീയതിക്കുള്ളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അധികം നീട്ടിക്കൊണ്ടാവേണ്ട ആവശ്യം നമുക്കില്ല. തൽക്കാലം ഓൺലൈൻ. ഇനി എപ്പോഴാണോ ഓഫ്ലൈൻ ആവാൻ പറ്റുന്നത് അപ്പം നമ്മൾ ഓഫ്ലൈൻ ആവും. നമുക്ക് ആദ്യം തുറക്കാൻ കഴിയും. നമ്മൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതുപോലെ തന്നെ പ്രൈവറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തുറക്കാൻ കഴിയും. ഫൗണ്ടേഷൻ എക്സാം കഴിഞ്ഞിട്ട് പോരേ അല്ല, ഫൗണ്ടേഷൻ എക്സാം കഴിയാൻ നമ്മൾ കാത്തു നിൽക്കുന്നില്ല. കാരണം രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനാണ്. നിങ്ങൾ പേടിക്കണ്ട, ഒന്നുകൊണ്ട് പേടിക്കണ്ട മക്കളെ. ഫൗണ്ടേഷൻ എക്സാമിന്റെ ഡെയിലി എക്സാംസ് രാത്രി ഉണ്ടാവും. ചെറുതായിട്ട് പഠിക്കും. CMA ക്ലാസ് കേട്ടാൽ മതി. ഫൗണ്ടേഷൻ എക്സാം കഴിയുന്നവരെ CMAക്ക് കാര്യമായിട്ട് പഠിക്കാൻ പോകും. ഫൗണ്ടേഷൻ എക്സാം കഴിയുന്നവരെ CMA ക്ലാസ്സുകൾ കാര്യമായിട്ട് പഠിക്കാൻ പോകണ്ട. പഠിത്ത ഫൗണ്ടേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. CMA ക്ലാസ്സുകൾ ഇങ്ങനെ കേട്ടു പോവുക. ക്ലാസ് എടുക്കുമ്പോഴുള്ള പഠിത്തം മതി. പിന്നെ ഫൗണ്ടേഷൻ എക്സാം പാസ്സായതിനു ശേഷം അതൊന്ന് പാക്കപ്പ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കില്ല കേട്ടാ. ഭയങ്കരമായിട്ട് ക്ലാസ് എടുക്കില്ല. ഫൗണ്ടേഷൻ എക്സാം കഴിയുന്നവരെ വളരെ ലേറ്റ് ആയിട്ട് ക്ലാസ് എടുക്കും. വളരെ ലേറ്റ് ആയിട്ട് സ്ട്രെയിൻ ചെയ്യിച്ച് ക്ലാസ് എടുക്കില്ല ഫൗണ്ടേഷൻ എക്സാം കഴിയുന്നവരെ. ഓക്കെ, അനസ് മുഹമ്മദിന് കാര്യം മനസ്സിലായ? ഫൗണ്ടേഷൻ എക്സാം കഴിയുന്നവരെ നിങ്ങളെ സ്ട്രെയിൻ എടുപ്പിക്കില്ല. വളരെ ലേറ്റ് ആയിട്ട്. കാരണം ഇനി എടുക്കാൻ പോകുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് തന്നെ. അപ്പൊ നിങ്ങളുടെ ഫൗണ്ടേഷൻ എക്സാമിനെ സഹായിക്കും. ഇനി എടുക്കാൻ പോകുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും ലോയൊക്കെ തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ ഫൗണ്ടേഷന് വീണ്ടും നോളജ് കൂട്ടാൻ അത് സഹായിക്കും കേട്ടാ. വേറെ ഡൗട്ടുകൾ ഉണ്ടോ? സ്കോളർഷിപ്സ് വല്ലതും ഉണ്ടോ? സ്കോളർഷിപ്സ് ഉണ്ട് റിൻഷാദ്. അതായത് കേരള ഗവൺമെന്റ് ആ സ്കോളർഷിപ്പ് കൊടുക്കുന്നത് നമ്മളെ രജിസ്ട്രേഷൻ ഫീസ് ഇല്ലേ 23,100 അത് അടച്ചതിന് ശേഷം അതിന്റെ റെസിപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് കേരള ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വിളിക്കും. CA CMA CS പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് എന്ന് വിളിക്കും. അത് അടക്കുന്ന സമയത്ത് 15,000 രൂപ കിട്ടാറുണ്ട്. അതാണ് ഒരു സ്കോളർഷിപ്പ് കേട്ടാ. മറ്റെന്തെങ്കിലും ഡൗട്ടുകൾ? അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ അക്കാദമിയിലോട്ട് മൂവ് ചെയ്യുക. വളരെ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട. 3 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ എന്നെ ഓർക്കും. ഞാനാണ് നിങ്ങൾക്ക് അത് ഗൈഡ് ചെയ്ത് നല്ല സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാവും. എനിക്കും അതിൽ സന്തോഷമേ ഉള്ളൂ. നന്നായി പഠിക്കുക. നിങ്ങൾക്കൊക്കെ പാസ്സാവാൻ കഴിയട്ടെ. എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു. ഇതൊക്കെ പോട്ടെ, കുറെ പഠിച്ചുകൊണ്ടൊന്നും ലൈഫ് രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങളുടെ മാനസിക ധൈര്യമാണ് നിങ്ങളെ രക്ഷപ്പെടുന്നത്. പഠിച്ചുകൊണ്ട് മാത്രം ഒരാൾ രക്ഷപ്പെടുമെന്ന് ഞാൻ പറയില്ല. പഠിച്ചിട്ട് രക്ഷപ്പെടാത്തത് നിങ്ങളുടെ മനസ്സിലെ ചങ്കൂറ്റവും നിങ്ങളുടെ ധൈര്യവും അതൊക്കെ തന്നെയാണ് നിങ്ങളെ വിജയിപ്പിക്കുന്നത്. ഓക്കെ, BCom ക്ലാസ് ഫൗണ്ടേഷൻ എക്സാം കഴിഞ്ഞിട്ട് മതി കേട്ടോ. BCom ക്ലാസ് ഫൗണ്ടേഷൻ എക്സാം കഴിഞ്ഞിട്ടേ തുടങ്ങും. ഡോൺ വെറി, അതിലൊരു സംശയം വേണ്ട, പേടിക്കണ്ട കേട്ടോ. CMA ക്ലാസ് മാത്രമേ തുടങ്ങുള്ളൂ. BCom ക്ലാസ് ഫൗണ്ടേഷൻ എക്സാം കഴിയും. അതുവരെ എടുക്കില്ല. രണ്ടും കൂടെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കില്ല. ഐ നോട്ട് ഇറ്റ്. ഞാൻ മൂസിൻ സാറെ പ്രത്യേകം അറിയിക്കാം കേട്ടോ. ഇന്റർ 1,200 അടച്ചാൽ മതി. ഇന്റർ 1,200 അടച്ചാൽ മതി. ഫെയിൽ ആയാൽ ഒരു തവണ ഫെയിൽ ആയിട്ട് രണ്ടാമത്തെ എക്സാം എഴുതുമ്പോൾ 1,200 രൂപ ആവശ്യമുള്ള, വേറെ ഒന്നും ആവശ്യമില്ല കേട്ടോ. 3 വർഷം കൊണ്ട് CMAയും BCom കംപ്ലീറ്റ് ആവാൻ സാധിക്കും. ഒരു സംശയമില്ല. പക്ഷെ നിങ്ങൾ നന്നായി പഠിക്കണം. പക്ഷെ ഞാൻ നിങ്ങളൊക്കെ കാണുന്നത് പഠിക്കാത്തവരായിട്ടാണ്, മടിയന്മാരായിട്ടാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ പലരും പഠിക്കുന്നവരാണ്. പക്ഷെ ഞാൻ പലപ്പോഴും കുട്ടികളെ കാണാറ് പഠിക്കില്ല, മടിയൻ എന്ന ചിന്തയിലാണ്. കാരണം അതാണല്ലോ അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ്. എല്ലാവരും അങ്ങനെ, എല്ലാവരും ഉള്ളിലും മടിയുണ്ടല്ലോ. അപ്പൊ ചെറിയൊരു മടി കാണിച്ചാൽ 3 വർഷം കൊണ്ട് ഇന്റർ ചെയ്തു. മടി കാണിച്ചില്ലേ, ഞങ്ങൾ നിങ്ങൾ എന്നും വന്നിട്ട് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും. അതിൽ നിങ്ങൾ കയറിപ്പോയാൽ നിങ്ങൾ 3 കൊല്ലം കൊണ്ട് ഫൈൻ കൊടുത്തു. ഇറ്റ്സ് പോസിബിൾ, നോ ഇഷ്യൂ ഇൻ ദിസ്. ഇനി ഫൈനൽ മുഴുവനായിട്ട് തീർന്നില്ലെങ്കിൽ ഫൈനലിൽ ഒരു ഗ്രൂപ്പെങ്കിലും എന്തായാലും തീർക്കാൻ പറ്റും. അത് ഗ്യാരണ്ടിയാണ്. കാരണം അത്ര ഈസിയാണ് ഒരു ഗ്രൂപ്പ് ഫൈനൽ. Any other doubts? Any other doubts? മോട്ടിവേഷൻ ഉണ്ടാവും ഇടക്കിടക്ക്. മോട്ടിവേറ്റ് ചെയ്യണം ഇടക്കിടക്ക്. നിങ്ങളെ നേരിട്ട് വന്നിട്ടും എല്ലാതെയൊക്കെ വന്നിട്ട് ഇടക്കിടക്ക് മോട്ടിവേറ്റ് ചെയ്യും. ഒരു പേടിയും പേടിക്കണ്ട. നിങ്ങളെ പുറകിൽ നിന്ന് തള്ളിയ നമ്മളെയൊക്കെ പുറകിൽ നിന്ന് ആരെങ്കിലും തള്ളിയാൽ തന്നെയാണോ നമ്മൾ പഠിക്കുള്ളൂ. നമുക്ക് സ്വയം പഠിക്കണം തോന്നുകയാണെങ്കിൽ നമ്മൾ പാരായി വല്ല ഡോക്ടറോ എഞ്ചിനീയറോ IAS IPS ഒക്കെ നമ്മൾ എടുക്കില്ലേ.
നമുക്കതില്ല, അതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ നിങ്ങളെ പുറകിൽ നിന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ ഉണ്ടാവും കേട്ടോ. ഡോണ്ട് വറി. നന്നായി പഠിച്ചാൽ മതി. നിങ്ങൾ നല്ല ക്ലാസ്സുകൾ തരും, നന്നായി പഠിക്കുക, നിങ്ങൾക്ക് മോട്ടിവേറ്റഡ് ആക്കാൻ, നിങ്ങളെ മൈൻഡ് ഒന്ന് സെറ്റ് ആക്കാൻ. ഓക്കെ, ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ് തുടങ്ങുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഡിസംബറോട് കൂടിയാണ്. നമുക്ക് ഡിസംബറിന് മുമ്പായിട്ട് എന്തായാലും ഓഫ്ലൈനിലോട്ട് വരാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കും. പിന്നെ എന്താണ് നമ്മുടെ ലോകത്തിന്റെ അവസ്ഥ നമുക്ക് ആർക്കും അറിയില്ല അല്ലെ. നമ്മൾ പ്രതീക്ഷിച്ചതാണോ ഇതൊക്കെ? ഇനിയൊരു പുതിയ രോഗം വരില്ല എന്നായിരുന്നു. ഇപ്പൊ എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. വളരെ ശാന്തമായി പോയിരുന്ന ഒരു വീട്ടിലാണ് പെട്ടെന്ന് അസുഖം വരുന്നതും എല്ലാവരും അസുഖബാധിതരാകുന്നതും ഉപ്പ മരണപ്പെടുന്നതും. വളരെ ആരോഗ്യമായ, എന്നേക്ക് ആരോഗ്യം ഉപ്പ. അപ്പൊ അത്രയും ആരോഗ്യവാനായ ഉപ്പ ദിവസങ്ങൾ കൊണ്ടാണ് മരണപ്പെടുന്നത്. അസുഖം വന്നു ഒറ്റ കാരണത്തിന്റെ പേരിൽ 4 ദിവസം കൊണ്ട് വെന്റിലേറ്ററിലാകുന്നു, മരണപ്പെടുന്നു. അപ്പോൾ എന്താണ് നമുക്ക് ചുറ്റും നടക്കുന്നത് നമുക്കറിയില്ല. അപ്പൊ അതൊരു സൈഡാണ്, അതൊരു വശമാണ്, നമ്മൾ മെയിൻ ചെയ്യണ്ട. ചെറുപ്പക്കാരായ ആളുകൾ മരിക്കുന്നു, ആരോഗ്യമുള്ളവർ മരിക്കുന്നു, അതൊരു സൈഡാണ് ലൈഫിന്റെ. നമ്മൾ അങ്ങോട്ട് ഓക്കെ, നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ഇതൊക്കെ മാറുമെന്നുള്ള രീതിയിൽ പഠിക്കുക. ഓക്കെ, ഡിഗ്രി എക്സാം എന്നായിരിക്കും ഒരാൾ ചോദിച്ചു. നോർമലി ഫെബ്രുവരിയിലാണ് സെമസ്റ്റർ 1 ഉണ്ടാവും. പിന്നെ മെയ്യിലാണ് സെമസ്റ്റർ 2 ഉണ്ടാവും. അടുത്ത കൊല്ലം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് കണ്ടറിയാം. ഇതുവരെ സെമസ്റ്റർ 1 നടന്നിട്ടില്ല. അതായത് ഫെബ്രുവരി നടക്കേണ്ട സെമസ്റ്റർ 1 മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആയിട്ട് നടന്നിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ പ്രാവശ്യം ഫെബ്രുവരിയിൽ നടക്കേണ്ട സാധനം അറ്റ്ലീസ്റ്റ് മാർച്ചിലെങ്കിലും നടക്കേണ്ട സാധനം ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 5 മാസം ഡിലേ എപ്പോഴും നടന്നിട്ടില്ല സെമസ്റ്റർ 1. അതായത് നിങ്ങളുടെ സീനിയേഴ്സ് ഇല്ലേ, നിങ്ങളുടെ സീനിയേഴ്സിന്റെ സെമസ്റ്റർ 1 ഇപ്പോഴും നടന്നിട്ടില്ല. അപ്പൊ ഞാൻ പറയണ്ടല്ലോ, അത് കോവിഡിൽ സംഭവിച്ചാണ് ഇതൊക്കെ. അപ്പൊ അതാണ്. അല്ലെങ്കിലേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചെറിയ ലാഗ്, റെഗുലർ കോളേജ് പഠിച്ചാലും എവിടെ പഠിച്ചാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചെറിയ ലാഗ് ഉള്ളതാ. ഇപ്പൊ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നു, പക്ഷെ കോവിഡ് കൂടെ വന്നപ്പോ പിന്നെ പറയണ്ടല്ലോ. ചിലപ്പോൾ സെമസ്റ്റർ 1 ഒരുമിച്ച് നടക്കും. സെമസ്റ്റർ 1ഉം 2ഉം കൂടെ ഒരുമിച്ച് മെയിലൊക്കെ നടക്കും. ഇഗ്നോ ആണെങ്കിൽ അത് ഇയറിലെ സെമസ്റ്റർ അല്ല, ഇയർ എക്സാമാ. അത് ഈ പറയുന്ന പോലെ ജൂൺ സമയത്തൊക്കെയാ വരും. ജൂൺ അല്ല, ഒരു മെയിലൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇയർ എൻഡ് ഞാൻ നോക്കിയിട്ട് പറയണ്ട് കറക്റ്റ് ആയിട്ട്. ഇയറിലേ വരുള്ളൂ ഇഗ്നോ ആണെങ്കിൽ. ഇനി ജെയിൻ ആണെങ്കിൽ പ്രത്യേകത എന്താ വെച്ചാൽ അത് CMക്ക് വേണ്ടി ഉണ്ടാക്കിയ ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ക്ലബ് ആവില്ല. CMയുടെ എക്സാമിന്റെ ടൈം ടേബിൾ നോക്കിയിട്ട് ജെയിന്റെ എക്സാമിന്റെ ടൈം ടേബിൾ തന്നെ വരും. ഏതാ നല്ലതെന്ന് ചോദിച്ചാല് ഒരു വാല്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ കാലിക്കറ്റ് ഈസ് ഗുഡ്. എന്നാൽ ഇഗ്നോ മോശമൊന്നുമല്ല, ഇഗ്നോ A+ യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഇഗ്നോ വേണ്ട, കാലിക്കറ്റ് മതി എന്നാണ് എന്റെ അഭിപ്രായം. ഇനിയിപ്പോ ഒരാൾ ഇഗ്നോ എടുത്തു വെച്ചിട്ട് എനിക്ക്, കാരണം CM പാസ്സായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ഡിഗ്രി? CM പാസ്സാവുന്ന ആൾക്ക് പിന്നെ ഇപ്പൊ എന്ത് ഡിഗ്രിക്ക് അവിടെ എന്ത് പ്രസക്തി? ജസ്റ്റ് ഒരു ഡിഗ്രി അത്രയല്ലേ വേണ്ടുള്ളൂ. അപ്പൊ ആ കാര്യത്തിൽ ഒന്നെങ്കിൽ നിങ്ങൾ തീരുമാനം എടുക്കുക. ഇനി നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഐ സജസ്റ്റ് കാലിക്കറ്റ്. നിങ്ങൾ വേണമെങ്കിൽ ഫാമിലിയിലൊക്കെ ഒന്ന് ചോദിച്ചോ. ഒരാൾ ചോദിച്ചോ ഇഗ്നോ എടുത്തോളാം, അവർ പറഞ്ഞാൽ നിങ്ങൾ എടുത്തോളൂ, കുഴപ്പമില്ല. അപ്പൊ ആൾമോസ്റ്റ് 1 hour വി ഡിസ്കസ്ഡ്, ആൾമോസ്റ്റ് 1 hour. താങ്ക് യു. നിങ്ങൾ എല്ലാവരും ശ്രദ്ധയോടെ ഇരുന്നു, വളരെയധികം സന്തോഷം. അപ്പോ ഫൗണ്ടേഷൻകാർക്ക് നിങ്ങൾക്ക് മാത്സിന്റെ ഡിസ്കഷൻ ഉണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇതിലോട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോ see you then. You take a decision, take a better decision. All the best to all. Okay. Thank you all. Thank you.